പ്രിയപ്പെട്ട സുജാത, പ്രിയപ്പെട്ട സംഗീത, ഇവിടെ ഈ സെഷനിൽ കേൾക്കാനായി വന്നിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നവീന സാങ്കേതികവിദ്യയും സ്ത്രീകളും എന്നുള്ള നമ്മുടെ ഈ ഇന്നത്തെ ചർച്ചാ വിഷയത്തിൻ്റെ വളരെ നല്ലൊരു ആമുഖമാണ് സുജാത പറഞ്ഞു കഴിഞ്ഞത്. എങ്ങനെയാണ് ടെക്നോളജി സ്ത്രീകളെ സഹായിക്കുന്നതെന്നും എങ്ങനെയാണ് അവർ സ്ത്രീകളുടെ ജീവിതത്തെ അത് ബാധിക്കുന്നതെന്നും രണ്ട് കാര്യങ്ങളെക്കുറിച്ചും അതിനെ സാധ്യമാക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എത്ര പ്രധാനമാണെന്നുമാണ് ഇവിടെ CS സുജാത സൂചിപ്പിച്ചത്. നമ്മുടെ സ്ത്രീകൾ, കേരളത്തിലെ സ്ത്രീകൾക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ കഴിയുന്നു, അവർക്കതിലൂടെ മെച്ചപ്പെട്ട ജീവിതം ഉണ്ടാക്കാൻ കഴിയുന്നതിന് കാരണമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ ഇവിടെ ഉണ്ടായതുകൊണ്ടാണ്. കാരണം അവർക്ക് വിദ്യാഭ്യാസം നേടാൻ കഴിഞ്ഞു. ആ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ളൊരു കഴിവ്, ഒരു ശേഷി അവർക്കുണ്ടായി. അതുപോലെ ഈ ഒരു രീതിയിൽ പുതുതായി വന്ന ഈ ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള ഒരു സംഗതി അവർക്കുണ്ടായി. അതിനനുകൂലമായ പലവിധ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായി. അപ്പം പൊതുവിൽ സമൂഹത്തിനും നമ്മുടെ രാഷ്ട്രീയത്തിലും ഉണ്ടായ ദീർഘകാല നിക്ഷേപങ്ങൾ, ആരോഗ്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ നമ്മൾ നടത്തിയ ദീർഘകാല നിക്ഷേപങ്ങളായ സാമൂഹ്യ ഇടപെടലുകൾ വളർത്തിയ ശേഷികളുടെ ഒരു ലോകത്ത് നിന്നുകൊണ്ട് കേരളത്തിലെ സ്ത്രീകൾക്ക് വളരെ പെട്ടെന്ന് ഇതിലേക്ക് വരാൻ കഴിഞ്ഞു. അപ്പോൾ എല്ലായിടത്തും ചർച്ച ചെയ്യപ്പെടുന്ന ഈ ഡിജിറ്റൽ ഡിവൈഡിനെ ഒരു വലിയൊരു പരിധിയിൽ അതില്ലാതെ തന്നെ അതിലേക്ക് വരാൻ കേരളത്തിലെ സ്ത്രീകൾക്ക് കഴിഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് പറയാൻ കാരണം, സുജാത അവിടെ വെച്ച ഒരു പ്രധാനപ്പെട്ട സംഗതി അതാണ്. സാങ്കേതികവിദ്യ ആയാലും അത് സാങ്കേതികവിദ്യ മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന രീതിയിൽ ബാധിക്കുന്നതിൽ അത് നിലനിൽക്കുന്ന സമൂഹവും അവിടെ മുന്നിൽ നിൽക്കുന്ന അതിനെ സാധ്യമാക്കുന്ന രാഷ്ട്രീയവും വളരെ പ്രധാനമാണ്. ഇത് നമ്മളെക്കാൾ അധികം സമ്പത്തും അല്ലെങ്കിൽ ആഭ്യന്തര വരുമാനവും എല്ലാമുള്ള പല സംസ്ഥാനങ്ങളിലും അവിടുത്തെ സ്ത്രീകൾക്ക് ഈ ഒരു ഡിജിറ്റൽ ഡിവൈഡിൽ ഇപ്പോഴും കഴിയേണ്ടി വരുന്നത്, അത് ഉപയോഗിക്കാൻ സാധ്യമാകാത്തത് ഈ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അവിടെ ഇല്ലാത്തത് കൊണ്ടുകൂടിയാണ്. അപ്പോൾ എല്ലാ കാലത്തും സ്ത്രീകളും സാങ്കേതികവിദ്യയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകളിലെല്ലാം തന്നെ അത് സാധ്യമാക്കുന്ന അല്ലെങ്കിൽ അതിനെ വിഘാതം സൃഷ്ടിക്കുന്ന, അതിന് പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആ സോഷ്യോ ഇക്കണോമിക് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയം വളരെ പ്രധാനമാണ്. അതില്ലാതെ നമുക്ക് ഈ ഒരു ചർച്ച പൂർണ്ണമാകില്ല. ഓക്കെ, സ്ത്രീകളും സാങ്കേതികവിദ്യകളുമായിട്ടുള്ള ചർച്ചകളിലെല്ലാം തന്നെ വളരെ ഞാനതിനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയാമെന്നാണ് വിചാരിച്ചത്. എന്തൊക്കെയാണ് ഈ ഒരു മണ്ഡലത്തിൽ നടക്കുന്ന വളരെ കൺസെപ്ച്വലായി ആശയപരമായി നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളതാണ്. പരമ്പരാഗതമായി നമ്മളെപ്പോഴും കാലാകാലങ്ങളായി കേൾക്കുന്ന ഒരു സംഗതിയാണ് സ്ത്രീകൾക്ക് സാങ്കേതികവിദ്യയോട് ഭയങ്കര അകൽച്ചയാണ്, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പല രീതിയിൽ സ്ത്രീകൾ അതിലേക്ക് എത്താൻ ഉള്ള പ്രയാസം നേരിടുന്നു. നിലനിൽക്കുന്ന സാങ്കേതിക വിദ്യകളായാലും ശാസ്ത്രത്തിൻ്റെ വികാസമാണെങ്കിലും പല രീതിയിൽ സ്ത്രീകൾക്ക് പ്രതികൂലമായി പ്രവർത്തിക്കുന്നു. ഇതെല്ലാം കുറേ കാര്യങ്ങൾ നമ്മുടെ മുൻവിധികളും കുറേ കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്ന പ്രയോഗ രീതികളുടെ ഭാഗവുമാണ്. പൊതുവിൽ കൂടുതൽ സംഗീതം അതിനെക്കുറിച്ച് പറയും. ശാസ്ത്ര ഗവേഷണത്തിലും ശാസ്ത്രത്തിൻ്റെ പ്രയോഗ രീതികളിലുമൊക്കെ ഏർപ്പെടുന്ന സ്ത്രീകൾ, അതിനെ മുന്നോട്ട് നയിക്കുന്ന സ്ത്രീകൾ നേരിടുന്ന ഒരുപാട് ഇത്തരം മുൻവിധികളുണ്ട്. സാങ്കേതികവിദ്യയുടെ കാര്യത്തിലും അത് വളരെ പ്രധാനമാണ്. ലോകത്തിലാകമാനം നടന്ന സ്ത്രീ മുന്നേറ്റങ്ങളുടെ ഒരു ചരിത്രം നോക്കിയാൽ അവിടെയെല്ലാം സാങ്കേതികവിദ്യയെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി നടന്നിട്ടുണ്ട്. പല രീതിയിൽ ഇന്ന് നമ്മൾ കാണുന്ന പല രീതിയിലുള്ള സാങ്കേതികവിദ്യകൾ വികസിക്കുന്നതിന് മുമ്പ് തന്നെ മറ്റ് പല രീതിയിൽ ഈ ഒരു സംഗതി വളരെ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകളുടെ അധ്വാനത്തെ ലഘൂകരിക്കുന്ന കാര്യങ്ങളിലാണ്. മറ്റൊന്ന് സ്ത്രീകളുടെ പ്രത്യുൽപാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഗർഭനിരോധന മാർഗങ്ങളുമായി ബന്ധപ്പെട്ട് ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടുന്ന പലവിധ ഇടപെടലുകളുടെ ഭാഗമായിട്ട് സ്ത്രീകളുടെ ശരീരത്തിന്മേലുള്ള അവകാശം സ്ത്രീകൾക്കാണ് എന്ന് നിർണയിക്കുന്നതിൽ, അതിനുവേണ്ടി നടന്ന സമരങ്ങളിൽ, അതിനുവേണ്ടി നടന്ന പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ അന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ചർച്ച അതിന് അനുകൂലമായ സാങ്കേതിക വിദ്യകൾ, ഏറ്റവും സുരക്ഷിതമായ സാങ്കേതിക മാർഗങ്ങൾ, ഇതൊക്കെ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നതിനെക്കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ കമ്പോളത്തിൽ നിലനിൽക്കുന്ന മുൻകൈയുള്ള സാങ്കേതിക വിദ്യകളുടെയും അതിനെ അടിസ്ഥാനപ്പെടുത്തി നടക്കുന്ന പലതരത്തിലുള്ള ഉൽപ്പാദന രീതികളും സ്ത്രീയുടെ ജീവിതത്തെ വളരെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സമൂഹത്തിലും ശാസ്ത്രവും സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിൻ്റെ പ്രയോഗങ്ങൾ, അവിടെ നിലനിൽക്കുന്ന രീതികൾ
ഈ ഗവേഷണങ്ങൾക്കും അതിൻ്റെ മുന്നോട്ടുള്ള അതിൻ്റെ വികാസത്തിനും അടിസ്ഥാനമായിട്ടുള്ള രീതിശാസ്ത്രങ്ങൾ ഇതെല്ലാം തന്നെ വളരെ ജെൻഡേർഡായി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വ്യത്യസ്തമായ രീതിയിൽ തന്നെ ലഭ്യമാകുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിനും സ്ത്രീകളുടെ ഒരു ശാരീരികമായ പലതരം ആരോഗ്യ അവസ്ഥകൾക്കും ആവശ്യമുള്ള ഗവേഷണങ്ങളെക്കാൾ അധികം മുൻതൂക്കം പലപ്പോഴും ലഭിക്കുന്നത് മറ്റ് പല രീതിയിലുള്ള ഗവേഷണങ്ങൾക്കാണ്. അതിൽ ഗവേഷണത്തിനുള്ളിൽ നടക്കുന്ന പല തരത്തിലുള്ള ചർച്ചകളും ഇത് പ്രധാനമാണ്. അപ്പോൾ ഈ ഒരു സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് റിസർച്ച് എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ നിലയിൽ നടന്നിട്ടുണ്ട്. വളരെ ഡെവലപ്ഡായ രീതിയിൽ അത് നടന്നിട്ടുണ്ട്. അത് പല രീതിയിലുള്ള ടെക്നോളജികളുമായും അതിൻ്റെ വികാസവുമായി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും ഓരോ സമൂഹത്തിലെ അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളുടെയും പോളിസി തീരുമാനിക്കുന്നതിൽ അതിൽ ഏത് തരം ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങൾക്കാണ് മുൻഗണന ലഭിക്കേണ്ടത് എന്നുള്ള ചർച്ചകളിലും ഇത് വളരെ പ്രധാനമാണ്. ഇതിലെല്ലാം നമ്മൾ ഉടനീളം കാണുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് പൊതുവിൽ ഈ മുമ്പ് പറഞ്ഞ പ്രത്യുൽപാദന ആരോഗ്യം അല്ലെങ്കിൽ പോപ്പുലേഷൻ കൺട്രോൾ മുതലായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ്. അവിടെയെല്ലാം സ്ത്രീ ശരീരം എപ്പോഴും ഒരു പരീക്ഷണ വസ്തു എന്ന നിലയിൽ ഈ പറയുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു പരീക്ഷണ വസ്തു എന്ന നിലയിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെ രാഷ്ട്രീയമായ സ്ത്രീകളുടെ ആവശ്യങ്ങളും ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും ഇത്തരത്തിലുള്ള വികാസവുമായി വളരെ കെട്ടുപിണഞ്ഞ ബന്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഫെമിനിസ്റ്റുകൾ പല കാലങ്ങൾ ഉയർത്തിയിട്ടുള്ള ഒരു വിമർശനമാണ് ഓരോ രാജ്യവും അവരുടെ നയപരിപാടികളിലൂടെ സ്ത്രീകളുടെ പ്രജനന ആരോഗ്യത്തെ അല്ലെങ്കിൽ പ്രജനനത്തെ അവരുടെ പ്രത്യുൽപാദനത്തെയൊക്കെ നിയന്ത്രിക്കുന്നു എന്നുള്ളത്. കുട്ടികൾ എത്ര വേണം, കുട്ടികൾ എപ്പോൾ വേണം, എങ്ങനെ വേണം, വിവാഹത്തിനകത്ത് ജനിക്കുന്ന കുട്ടിയും വിവാഹത്തിന് പുറത്ത് ജനിക്കുന്ന കുട്ടിയുടെയും പിതൃത്വം, അതിൻ്റെ ലെജിറ്റിമസി, അതിൻ്റെ ചുറ്റുപാടുമുള്ള നിയമങ്ങൾ, ഇതിനുള്ള മറ്റ് കാര്യങ്ങൾ. ഏറ്റവും അടുത്താണെങ്കിൽ നമ്മുടെ രാജ്യത്തുണ്ടായ സറഗസി സംബന്ധിച്ചുണ്ടായ നിരവധി നിയമങ്ങൾ. അപ്പോൾ ഇങ്ങനെ സ്ത്രീ ശരീരവുമായി ബന്ധപ്പെട്ട് തന്നെ അതിൻ്റെ ഏറ്റവും സുപ്രധാന ധർമ്മമായ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള ടെക്നോളജിയുടെ വികാസം ഈ രീതിയിലുള്ള വളരെ കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും രാഷ്ട്രീയ ആവശ്യങ്ങളും അതിനെ ബന്ധപ്പെട്ട നയങ്ങളുമായി വളരെ ആഴത്തിൽ ബന്ധപ്പെട്ടാണിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു കാര്യമാണ്. ഇതുവരെയുമുള്ള എല്ലാ കാലത്തും 1990-കളിൽ പോലും ഇന്ത്യയിൽ ഏറ്റവും സജീവമായി നടന്ന സമരങ്ങൾ, ഇടതുപക്ഷ സ്ത്രീ സംഘടനകളുടെയൊക്കെ ആഭിമുഖ്യത്തിൽ നടന്ന പ്രധാന സമരങ്ങൾ ഒന്ന് തന്നെ അന്നത്തെ ദേശീയ ഗവൺമെൻറ് കൊണ്ടുവന്ന ചില പ്രത്യേക തരത്തിലുള്ള പ്രത്യുൽപാദന ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഗർഭനിരോധന മാർഗങ്ങളെ സംബന്ധിച്ചായിരുന്നു. അക്കാലത്ത് കൊണ്ടുവന്ന ചില ഗർഭനിരോധന മാർഗങ്ങൾ സ്ത്രീകളുടെ ശരീരത്തെ അല്ലെങ്കിൽ അവരുടെ ശാരീരിക ആരോഗ്യത്തെ ബാധിക്കുന്നതാണെന്നും അത് അവരുടെ സമ്മതം കൂടാതെ പല രീതിയിൽ പ്രയോഗിക്കപ്പെടുന്നുവെന്നും അങ്ങനെ പ്രയോഗിക്കപ്പെടുമ്പോൾ അത് സ്ത്രീകൾക്ക് അതിനുള്ള വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവരുടെ ചോയ്സ് അവിടെ നിഷേധിക്കപ്പെടുന്നു എന്നുള്ള കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് അന്ന് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിലെ ചില പുതിയ കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമരം ഇന്ത്യയിൽ മുഴുവൻ നടക്കുകയും അതിൽ പലതും പിൻവലിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് അതിൻ്റെ കുറച്ചുകൂടി വികസിതമായ രൂപങ്ങൾ ഈ തരത്തിലുള്ള ഒരു ഇൻഫോംഡ് ചോയ്സിൻ്റെ ഭാഗമായി നടപ്പാക്കുന്ന രീതി വന്നു. ഇംപ്ലാന്റുകളായിരുന്നു അന്നൊരു പ്രധാന പ്രശ്നം. സ്ത്രീകളുടെ ശരീരത്തിൽ ഘടിപ്പിക്കുന്ന ഇംപ്ലാന്റുകളിലൂടെ അവരുടെ എങ്ങനെ ഗർഭനിരോധനം നടപ്പാക്കാമെന്നുള്ളതായിരുന്നു. അപ്പോൾ പലയിടങ്ങളിലും തൊഴിലാളി സ്ത്രീകൾ അവരുടെ തൊഴിലാളികളുടെ എല്ലാ ഇടയ്ക്കിടയ്ക്കുള്ള ആരോഗ്യ പരിശോധനയുടെ ഭാഗമായി പലയിടത്തും അവിടെയുള്ള മാനേജ്മെൻറ്റുകൾ അവരറിയാതെ തന്നെ ഇംപ്ലാന്റുകൾ സ്ഥാപിക്കുന്നതും ഒക്കെ ഒരു വലിയ പ്രശ്നമായിരുന്നു. അക്കാലത്ത് നടത്തിയ വലിയ സമരത്തിലൂടെയാണ് അതില്ലാതാക്കിയത്. അതിൻ്റെ മറ്റൊരു ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു സംഗതിയാണ് കരിമ്പിൻ തോട്ടങ്ങളിൽ, മധ്യപ്രദേശിലുള്ള കരിമ്പിൻ തോട്ടങ്ങളിൽ, മഹാരാഷ്ട്രയിലെ കരിമ്പിൻ തോട്ടങ്ങളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് അവധി കൊടുക്കാതിരിക്കാനായി അവരുടെ ഗർഭപാത്രം നീക്കം ചെയ്യുകയും അതുവഴി അവരുടെ പ്രസവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പോൾ പ്രസവിക്കാനുള്ള അവരുടെ ഒരു സാധ്യത ഇല്ലാതാവും, ആർത്തവവും ഇല്ലാതാവും. അങ്ങനെ നിർബന്ധിതമായി അവരറിയാതെയോ അല്ലെങ്കിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടോ ഗർഭപാത്രങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു രീതി. ഇങ്ങനെ പല രീതിയിൽ ഈ പറയുന്ന ആരോഗ്യവും പ്രജനനാരോഗ്യവും ശാരീരിക ആരോഗ്യവുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള ഈ ടെക്നോളജികൾ പലപ്പോഴും സ്ത്രീകൾക്കെതിരായി പ്രവർത്തിക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ അതൊരു വലിയ മേഖലയായി ഇപ്പോഴും നിലനിൽക്കുകയാണ്. അവിടെ നടക്കുന്ന ഗവേഷണങ്ങളും ആ രീതിയിൽ തന്നെ
മുന്നോട്ട് പോകുന്നുണ്ട്. അത് ഒരുപാട് പുതിയ കാര്യങ്ങൾ സ്ത്രീക്ക് അനുകൂലമായ പലതും ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ അങ്ങനെ ഉണ്ടായി വരുന്ന സാങ്കേതിക വിദ്യകളുടെ ഒരു നിയന്ത്രണം ആർക്കാണ്, ആ നിയന്ത്രണം എങ്ങനെയാണ്, അത് പ്രയോഗിക്കപ്പെടുന്ന ഒരു 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 കോണ്ടെക്സ്റ്റ്, അതിൻ്റെ ഒരു സന്ദർഭം എന്ന് പറയുന്നത് ഏതെല്ലാം രീതിയിൽ രാഷ്ട്രീയമായും നിലനിൽക്കുന്ന സദാചാരമായിട്ടുമൊക്കെ എങ്ങനെയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒട്ടും നിർദോഷമായ ഒന്നല്ല സാങ്കേതികത. എപ്പോഴും അത് സ്ത്രീ ജീവിതത്തെ എല്ലാ മേഖലയിലും അത് പല രീതിയിൽ അത് ബാധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, എല്ലാ രീതിയിലും അത് സ്വാധീനിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയാം. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ ഈ പല കാലത്ത് നടന്നിട്ടുള്ള സമരങ്ങളും ഇതുമായി വളരെ ഡയറക്റ്റായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ പല പഠനങ്ങളും നടക്കുന്നതും ഈ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന നവ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ സൈബർ ഫെമിനിസം തന്നെ വലിയൊരു മേഖലയായി ഈ ഒരു സംഗതിയിൽ ഇടപെട്ടുകൊണ്ട് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. എങ്ങനെയെല്ലാമാണ് ഈ ഒരു പുതിയ മാറ്റം, ഈ നവ സാങ്കേതിക വിദ്യ ഏതെല്ലാം രീതിയിലാണ് നമ്മുടെ ജീവിതത്തെ മാറ്റുന്നത് എന്നുള്ളത്. 1985 ഡോണ ഹരാവേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഫെമിനിസ്റ്റ് സൈദ്ധാന്തിക അവരുടെ ദി സൈബോർഗ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചു. അന്ന് ഇന്ന് നമ്മൾ കാണുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെയൊക്കെ വളരെ ആദ്യത്തെ പ്രവർത്തനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൂടെ അവർ കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട ആശയം, ഈ ഒരു സംഗതിയിലൂടെ ഇങ്ങനെ വരുന്ന നമ്മളുടെ ഇന്നത്തെ ഈ മാറ്റങ്ങളിലൂടെ സ്ത്രീ എന്ന് പറയുന്ന ഒരു ആശയം അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ആ ഒരു സംവർഗം എങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ ജീവിതങ്ങളെ അതെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വളരെയധികം ചർച്ചകളും അതുപോലെ മനുഷ്യനെന്ന നിലയിലുള്ള നമ്മുടെ ഒരു സാമൂഹ്യ ഇടപെടലുകളുടെ ചില അടിസ്ഥാനപരമായ കാര്യങ്ങളുമെല്ലാം അതിലൂടെ ധാരാളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഡോണ ഹരാവേ പറയുന്ന ഒരു സംഗതി, സൈബോർഗ് എന്ന് പറയുന്ന ഒരു സങ്കല്പനത്തിലൂടെ ഒരു വ്യക്തി എന്ന് പറയുന്ന ആളുടെ ഒരു അസ്തിത്വം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സത്ത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചാണ്. ഈ സൈബർ ലോകത്ത് അതിൻ്റെ ഒരു സത്ത എന്താണ്, അതിൽ സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന സത്തയ്ക്ക് പലപ്പോഴും ഒരു വലിയ അർത്ഥമില്ലാതാവുന്നു. അങ്ങനെ ട്രഡീഷണലായിട്ടുള്ള സാമ്പ്രദായികമായിട്ടുള്ള പല അതിർവരമ്പുകളും ഇല്ലാതാകുന്ന ഒരു സങ്കല്പമായി മനുഷ്യർ മാറുന്നു. സാമ്പ്രദായികമായ പല അതിർവരമ്പുകളും എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ടി വി മധു കൂടെ സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ മനുഷ്യനും മൃഗവും എന്ന നിലത്തിലുള്ള ഇതാവാം. അത് തമ്മിലുള്ള അതിർവരമ്പുകൾ എന്താണ്? ഫിസിക്കൽ ആൻഡ് നോൺ ഫിസിക്കൽ എൻറ്റിറ്റീസ്, മനുഷ്യരെ നമ്മൾ കാണുന്ന വളരെ ഫിസിക്കലായി അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നതും അത് നോൺ ഫിസിക്കലായി തന്നെ അതേ അനുഭവങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള സംഗതികളും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബൗണ്ടറി എങ്ങനെ ഇല്ലാതാകുന്നു? അതുപോലെ ഒരു ഓർഗാനിസവും ഒരു മെഷീനുമായിട്ടുള്ള, ഇപ്പം നമുക്കറിയാം പുതിയ ഒരു കാലത്ത് മെഷീൻ ആണ് ആലോചിക്കുന്നത്, യന്ത്രം ആലോചിക്കുന്നു അല്ലെ യന്ത്രം ചിന്തിക്കുന്നു എന്നുള്ള തരത്തിലുള്ള എഐയുടെ ഒക്കെ ഇതോടുകൂടി യന്ത്രം നമുക്ക് വേണ്ടി ചിന്തിക്കുകയും നമുക്ക് വേണ്ടി എഴുതുകയും നമുക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ചിന്തിക്കുന്ന ആളാണ് മനുഷ്യൻ എന്നുള്ള നിലയിലുള്ള വ്യത്യാസം മാറുന്നു. അവിടെ തന്നെ അതെങ്ങനെയാണ് വളരെ ജെൻഡേർഡായിട്ടുള്ള സ്ത്രീകളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. സ്ത്രീവാദത്തിൻ്റെ അടിസ്ഥാനപരമായി പറയുന്ന ഒരു സംഗതി സ്ത്രീ എന്ന അവസ്ഥയുടെ ഒരു അനുഭവം, ആ അനുഭവമാണ്, എക്സ്പീരിയൻസാണ് ഏറ്റവും പ്രധാനം. ആ എക്സ്പീരിയൻഷ്യലായ സംഗതിയിൽ നിന്നാണ് സ്ത്രീവാദത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ന്യായങ്ങളും അല്ലെങ്കിൽ എല്ലാ സംഗതികളും നമ്മൾ പണിതുകൊണ്ട് വരുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഇതിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സലായിട്ടുള്ള എല്ലാവർക്കും ബാധകമായ ഒരു സത്ത എന്നുള്ളത് അല്ലാതെ തന്നെ രാഷ്ട്രീയപരമായി തന്നെ അത് ചോദ്യം ചെയ്ത് കഴിഞ്ഞതാണ്. എല്ലാ സ്ത്രീകളും അവർ ജീവിക്കുന്ന പല സാമൂഹ്യ അവസ്ഥകളാൽ വ്യത്യസ്തരാണ് എന്നുള്ളത് നമുക്കറിയാം. സമാനമായ അനുഭവങ്ങൾ ഉള്ളപ്പോഴും വ്യത്യസ്തതകളും അവർക്ക് പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരവസ്ഥയിൽ ഈ വ്യത്യസ്തതകളും കൂടെ കലർന്നു കിടക്കുന്ന ഒരു ലോകത്തിനകത്ത് മനുഷ്യനും ഈ പറയുന്ന ഓർഗാനിസവും മെഷീനുമായിട്ടുള്ള ഒരു സംഗതി ഇല്ലാതാവുന്ന ഒരു ലോകത്ത് സ്ത്രീയുടെ അനുഭവങ്ങൾക്ക് എവിടെയാണ് സ്ഥാനം? സ്ത്രീയുടെ അനുഭവങ്ങൾ എങ്ങനെ നിർണ്ണയിക്കപ്പെടുന്നു?
അപ്പോൾ ഈ ഒരു വലിയ സാങ്കേതിക വിദ്യയിൽ വരുന്ന വലിയൊരു മാറ്റത്തിൽ ഇത്തരം ബൗണ്ടറീസ്, ഇത്തരത്തിലുള്ള പല സംഗതികളും അതിർവരമ്പുകളും അല്ലെങ്കിൽ അതിർത്തി രേഖകളും മാഞ്ഞു പോകുന്ന ഒരു സമയത്ത് അല്ലെങ്കിൽ സ്ഥലത്ത് സ്ത്രീ എന്ന് പറയുന്ന ഒരു ആശയത്തെ അല്ലെങ്കിൽ സ്ത്രീ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് എങ്ങനെ സംസാരിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇന്ന് ഏറ്റവും വലിയ ഒരു സംഗതി. അതിൽ എല്ലാ തരത്തിലും സ്ത്രീയുടെ സെക്ഷുവാലിറ്റി ആവാം, അല്ലെങ്കിൽ സ്ത്രീയുടെ സാമ്പത്തികമായ അവളുടെ അവകാശങ്ങളെക്കുറിച്ചാവാം, മറ്റു പല രീതിയിൽ തന്നെ ഈ ഓരോ ആശയങ്ങളുമായി ഇത് വളരെ സവിശേഷമായ രീതിയിൽ തന്നെ ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു തരത്തിൽ ഒരു മോഡേൺ ടെക്നോളജി ഇന്നത്തെ ലോകത്ത് 1985 പ്രസിദ്ധീകരിക്കപ്പെട്ട ലേഖനമാണെങ്കിലും അന്ന് തന്നെ അവർ പറയുന്നുണ്ട് ഇന്നത്തെ ലോകത്ത് ഏറ്റവും പ്രധാനമായി വരാൻ പോകുന്ന മാറ്റം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജികളിലും ബയോടെക്നോളജിയിലും വരുന്ന മാറ്റത്തിലൂടെ അത് നിർമ്മിക്കുന്ന പുതിയ തരം ആയുധങ്ങളല്ല, അത് നിർമ്മിക്കുന്ന പുതിയ തരം ഉപകരണങ്ങൾ എങ്ങനെയായിരിക്കും നമ്മളെ തന്നെ മനുഷ്യരെന്ന നിലയിൽ നമ്മളെ എങ്ങനെ മാറ്റുന്നു, സ്ത്രീ എന്ന അവസ്ഥയെ അതെങ്ങനെയെല്ലാം മാറ്റുന്നു, അതെങ്ങനെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്നു, അതെങ്ങനെ മറ്റ് കാര്യങ്ങളിലേക്ക് ഉള്ള മാറ്റങ്ങൾക്കത് മാർക്കറ്റ് പോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട പല സംഗതികളെയും അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ തൊഴിലാളികൾ മൊത്തത്തിലും തൊഴിലാളികൾ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എല്ലാ തരം തൊഴിലുകളും ഇൻഫോർമൽ തൊഴിലുകളായി മാറുന്നു. തൊഴിലിൻ്റെ ഒരു ലോകം തന്നെ ഒരു ഇൻഫോർമലൈസേഷൻ്റെ രീതിയിലേക്ക് മാറുകയാണ്. ഒന്നിനും ഒരു കൃത്യമായ സമയക്രമമോ അങ്ങനെയൊന്നുമില്ല. അതുപോലെ തന്നെ തൊഴിലിടം എന്ന് പറയുന്നതും ഈ ഒരു ഡിജിറ്റൽ അല്ലെങ്കിൽ ഈ ഒരു സൈബർ കാലഘട്ടത്തിൽ തൊഴിലിടം എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലം മാത്രമല്ല, അത് പല രീതിയിൽ അത് നമ്മുടെ വീട്ടിനകത്തേക്കൊക്കെ വ്യാപിച്ച് കിടക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത ഒരു ഉദാഹരണം നമ്മൾ പറഞ്ഞാൽ ഈ കോവിഡ് കാലം വന്നതോടുകൂടി നമ്മുടെ തൊഴിലിടങ്ങൾ എന്ന് പറയുന്നത് പല തൊഴിലുകളെ സംബന്ധിച്ചും അത് എക്സ്റ്റെൻഡായി അത് വളരെ നീങ്ങി വീട്ടിനകത്തേക്ക് കൂടി വന്നു കഴിഞ്ഞു. അപ്പോൾ വർക്ക് ഫ്രം ഹോം വർക്ക് അറ്റ് ഹോം ആയിട്ടാണെങ്കിലും അതല്ല ഓഫീസിൽ ചെയ്യുന്ന ജോലികളുടെ ബാക്കിയായിട്ടാണെങ്കിലും ഇതെല്ലാം വീടുകളിലേക്ക് വരുമ്പോൾ ബാക്കി അവിടെ വരുന്ന ആ സമയം ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. കാരണം ഇതെല്ലാം മാറ്റം വരുമ്പോഴും ഈ ഡോണ ഹാരവേ പറയുന്നത് പോലെയുള്ള ഈ മാറ്റങ്ങളെല്ലാം ബൗണ്ടറികളെല്ലാം മാറുമ്പോഴും ഇതുവരെ മാറാത്ത ചില ബൗണ്ടറികൾ നമ്മുടെ ജീവിതത്തിൽ നിൽക്കുന്നുണ്ട്. അത് വീട്ടിനകത്ത് നടക്കുന്ന ഗാർഹികമായ പല ജോലികളുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ വീട്ടിനകത്തെ പരിചരണങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പരിചരണം, മുതിർന്നവരുടെ പരിചരണം, വീട്ടിനുള്ളിലെ ഭക്ഷണം, വീടിൻ്റെ വൃത്തി, വീട്ടിലെ മറ്റു കാര്യങ്ങൾ, അങ്ങനെ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി കാര്യങ്ങൾ. അവിടുത്തെ ബൗണ്ടറി ഇതുവരെയും മാറിയിട്ടില്ല. അത് പഴയ പോലെ തന്നെ അതേപടി നിലനിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കുന്ന ആ സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ തൊഴിലിടം കയറി വരുന്നത്. തൊഴിലിടം കയറി വരുന്നു, മറ്റേ ലോകത്തിനൊരു മാറ്റവുമില്ല. അപ്പോൾ അവിടെ എന്താണൊരു വ്യത്യാസം? അതെന്ത് വലിയ ഒരു പ്രതികൂല അവസ്ഥയാണ് സ്ത്രീകളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് വിവിധ തരത്തിലുള്ള ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണാറുള്ള ഒരു സംഗതി, ഇപ്പോൾ വർക്ക് അറ്റ് ഹോം ചെയ്യുന്ന പല സ്ത്രീകളും നമ്മുടെ പല കണക്കുകളും ഇപ്പോൾ അടുത്തടുത്ത് വന്ന പല റിപ്പോർട്ടുകളും കാണിക്കുന്നുണ്ട്. പലർക്കും തിരിച്ച് ഓഫീസിലേക്ക് പോകാൻ മടിയാണ്. വീട്ടിലാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ നടക്കും, കുട്ടികളുടെ കാര്യം നടക്കും എന്നൊക്കെ ഉള്ളതിൽ സ്ത്രീകൾ അത് ഓപ്റ്റ് ചെയ്യുന്നു. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അത് ഓപ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ തൊഴിലിടം എന്ന് പറയുന്നത് ഇങ്ങനെ വീട്ടിലേക്ക് മാറുന്നു. അതോടൊപ്പം തൊഴിലുമായി ബന്ധപ്പെട്ട് അവർക്ക് ലഭ്യമാകേണ്ടുന്ന പലതരത്തിലുള്ള പ്രൊട്ടക്ഷനുകൾ, പലതരത്തിലുള്ള അവരുടെ ആനുകൂല്യങ്ങളെല്ലാം തന്നെ അവിടെ ഇല്ലാതാകുന്നു. ഇപ്പോൾ അടുത്ത കാലത്ത് വന്ന ഒരു വലിയ ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ തൊഴിലിടങ്ങളിലെ ലൈംഗിക ചൂഷണം തടയാനുള്ള കമ്മിറ്റികളുണ്ട്, പോഷ് കമ്മിറ്റികൾ. നമുക്കെല്ലാവർക്കും അറിയാം. ഈ കമ്മിറ്റികളുടെ ഒരു പ്രവർത്തന പരിധിയിൽ ഈ പറയുന്ന വർക്ക് അറ്റ് ഹോം വരുമോ? വർക്ക് അറ്റ് ഹോം ജോലി ചെയ്യുന്ന ആൾക്കാർ വരുമോ? സൈബർ അല്ലെങ്കിൽ ഡിജിറ്റൽ ലെവലിൽ ഉണ്ടാകുന്ന ഹരാസ്മെൻറ്റുകളെ അല്ലെങ്കിൽ അതിലൂടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത്? അതിനെങ്ങനെ നിർവചിക്കും? ഇന്നത്തെ നിലയിൽ നമ്മുടെ നിയമത്തിൽ അത് നിർവചിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. തൊഴിലിടം ഇതാണെന്ന് സ്ഥാപിക്കാൻ, തൊഴിൽ സമയം ഇതാണ് എന്ന് കൃത്യമാക്കാൻ പലപ്പോഴും സാധിക്കില്ല. അങ്ങനെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീക്ക് അവരുടെ മെറ്റേണിറ്റി ആനുകൂല്യങ്ങൾ എങ്ങനെ ലഭിക്കും? അവർ വളരെ നല്ല ജോലിയുള്ള ആളാണ്, അവർക്ക് നല്ല ശമ്പളമുണ്ട്, ഒക്കെ ഉണ്ട്.
അങ്ങനെയുള്ള ഈ വർക്ക് അറ്റ് ഹോമിലേക്ക് വരുമ്പോൾ നിലവിലുള്ള അതേ അവസ്ഥയിൽ അവർ വർക്ക് അറ്റ് ഹോമിലേക്ക് വരുമ്പോൾ അവരുടെ മറ്റ് തരത്തിലുള്ള മെറ്റേണിറ്റി ആനുകൂല്യങ്ങളാവാം, മറ്റു കാര്യങ്ങളാവാം, ഇതൊക്കെ എങ്ങനെ നടക്കും? അവർക്കുള്ള മറ്റ് സംവിധാനങ്ങൾ, ഇപ്പോൾ ഒരു ഓഫീസ് സ്ഥലത്ത് പോയി ജോലി ചെയ്യുമ്പോൾ അവർക്ക് ലഭ്യമാകേണ്ട കുട്ടികളെ നോക്കാനുള്ള ശിശുപരിപാലനത്തിനുള്ള സൗകര്യം, അവർക്ക് വിശ്രമിക്കാനുള്ള ഇതിനിടയിൽ കിട്ടുന്ന ഒഴിവ് സമയം, അവരുടെ മറ്റ് കാര്യങ്ങൾ, അവർക്ക് ലഭിക്കേണ്ടതായ മറ്റ് പലതരം പരിശീലനങ്ങൾ, ഇതൊക്കെ നമ്മളെങ്ങനെ എൻഷുർ ചെയ്യും? ഇത് പുരുഷന്മാർക്കും ബാധകമല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഈ തൊഴിലിടം വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടിനുള്ളിലെ പ്രവൃത്തികളുടെ ഒരു ഉത്തരവാദിത്വം, വീട്ടിനുള്ളിലെ പ്രവൃത്തികളുടെ വിഭജനം എങ്ങനെ നിൽക്കുന്നു? അപ്പോൾ ഡിജിറ്റൽ അല്ലെങ്കിൽ പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ പല കാര്യങ്ങളെയും മാറ്റിമറിക്കുമ്പോഴും സാമൂഹ്യമായും കുടുംബപരമായും നിലനിൽക്കുന്ന അവസ്ഥകളെ അതൊരു തരത്തിലും മാറ്റുന്നില്ല എന്ന് മാത്രമല്ല, അത് സംഗതികളെ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഇന്നത്തെ ഒരു പുതിയ ഒരു ട്രെൻഡ് അനുസരിച്ച് ധാരാളം സ്ത്രീകളെ ജോലിക്കെടുക്കാൻ പല തൊഴിലുടമകളും തയ്യാറാവുന്നുണ്ട്. പക്ഷേ അതെല്ലാം പലതരത്തിലുള്ള റിമോട്ട് ജോലികൾ, അതല്ലെങ്കിൽ ഈ പറയുന്ന ലോകമാകം പരന്നു കിടക്കുന്ന സപ്ലൈ ചെയിനിൻ്റെയൊക്കെ ഭാഗമായി വരുന്ന ജോലികൾ, വളരെ കുറഞ്ഞ കൂലിക്ക് പീസ് റേറ്റ് രൂപത്തിൽ വീട്ടിനകത്ത് നിന്ന് മാത്രം ജോലി ചെയ്യേണ്ടതാണ്. കാരണം എവിടെ ഇരുന്ന് ജോലി ചെയ്താൽ അവരുടെ ജോലിയെ അളക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ലഭ്യമാണ്. അപ്പോൾ ബംഗ്ലാദേശിലും മറ്റ് പലയിടങ്ങളിലും നമ്മുടെ ഇന്ത്യയുടെ തന്നെ പല ഭാഗങ്ങളിലും ഗാർമെൻറ്റ് ഫാക്ടറികളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകൾ അവർ ഫാക്ടറികളിൽ ജോലി ചെയ്യുന്നു. അതുപോലെ അവരെപ്പോലെ തന്നെ വലിയ വിഭാഗം വീടുകളിലിരുന്നും ജോലി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള തരത്തിലുള്ള ഒരു അധ്വാനം തന്നെ ഡിസ്ട്രിബ്യൂട്ടഡായി പോകുന്നു. അത് സ്ത്രീയെ സംബന്ധിച്ച് അത് അവളുടെ ഒരു കൃത്യസമയത്തെ ക്വാണ്ടിഫൈ ചെയ്യാവുന്ന ഒരു അധ്വാനത്തിൽ നിന്ന് മാറിയിട്ട് അതിങ്ങനെ വളരെ ഫ്രാഗ്മെൻറ്റഡായ സകലിതമായി കഴിഞ്ഞ ഒരു അധ്വാനമായിട്ട് അത് മാറിപ്പോവുകയും ചെയ്യുന്നു. ഈ രീതിയിലും ടെക്നോളജി വളരെ സമർത്ഥമായി ഇതിനിടയിൽ ഇടപെടുന്നുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അതും ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട മാറ്റമാണ്. അപ്പോൾ പല രീതിയിൽ സ്ത്രീയെ ഇത് എംപവർ ചെയ്യുന്നു. നമ്മുടെ പുതിയ മാറ്റങ്ങളും പുതിയ സാങ്കേതികവിദ്യ എംപവർ ചെയ്യുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള പുതിയ ഇൻഫോർമലൈസേഷൻ ലേബറിൻ്റെയും നമ്മുടെ മാറാത്ത കുടുംബ വ്യവസ്ഥയ്ക്കകത്ത് മാറുന്ന സാങ്കേതികവിദ്യ ഉണ്ടാക്കുന്ന അധികഭാരത്തിലൂടെയും അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഒരു ഡൈമെൻഷനിൽ മാത്രം നമുക്ക് കാണാവുന്ന ഒന്നല്ല ഈ നവീന സാങ്കേതിക വിദ്യകളുടെ ഒരു സ്വഭാവം. അപ്പോൾ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് ഈ പറയുന്ന ബയോടെക്നോളജിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന പലതരത്തിലുള്ള സംഗതികളാണ്. ഇതെല്ലാം സൃഷ്ടിക്കുന്ന പലതരം ആകാംക്ഷകളും ആശങ്കകളും കൂടെ നമുക്കിടയിലുണ്ട്. ഇപ്പോൾ സറഗസി മുമ്പേ ഞാൻ പറഞ്ഞു വന്നത് അതായിരുന്നു. സറഗസി എന്ന് പറഞ്ഞാൽ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത് കുട്ടികളെ പ്രസവിക്കുന്ന രീതിയാണ്. പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ സറഗസി നിയമങ്ങളൊക്കെ ഉണ്ടാവുകയും അടുത്ത കാലത്ത് നിയമത്തിൽ മാറ്റം വരികയൊക്കെ ചെയ്തപ്പോൾ പലയിടത്തും ഉണ്ടായ വലിയൊരു ഉത്കണ്ഠ എന്ന് പറയുന്നത് ഇവിടെ നിലനിൽക്കുന്ന ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും മറ്റതിൻ്റെയും ഒക്കെ പ്രിഫറൻസുകൾ, അതിൻ്റെ എല്ലാം സംഗതികൾ അതേപടി തന്നെ ഈ വാടകയ്ക്കെടുക്കുന്ന ഗർഭപാത്രം ആരുടെ എന്നുള്ളത് നിശ്ചയിക്കുന്നതിലും വന്നു. ഏത് ജാതിയിൽപ്പെട്ട സ്ത്രീയുടെ ഗർഭപാത്രം, ഏത് മതത്തിൽപ്പെട്ടത്, ഏത് നിറത്തിൽപ്പെട്ടത്, ഉണ്ടാകുന്ന കുട്ടിയെ അത് സ്വാധീനിക്കുമോ എന്നുള്ള പേടി. അതുപോലെ ഇതിൽ തന്നെ റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ തന്നെ നിലനിൽക്കുന്ന മറ്റുള്ള ആൾക്കാരിൽ നിന്ന് ബീജം ശേഖരിച്ചുകൊണ്ട് ഗർഭം ധരിക്കേണ്ടി വരുന്ന ആൾക്കാർക്കിടയിലുള്ള അതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഇത്തരം ചർച്ചകൾ, ഇവിടെയെല്ലാം ഒന്ന് തെളിയിക്കുന്ന എന്താണ്? സാങ്കേതിക വിദ്യ വളരെയധികം മുന്നോട്ട് പോയി. അത് വളരെ രീതിയിൽ മനുഷ്യരെ സഹായിക്കുന്നു, മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു, അത് വലിയ മാറ്റം ഉണ്ടാക്കുന്നു. പക്ഷേ അപ്പോഴും മാറാത്ത ചില സംഗതികൾ, അത് നമ്മുടെ സമൂഹത്തിലെ നിലനിൽക്കുന്ന എല്ലാ തരം പ്രതിലോമകരമായ കാര്യങ്ങളും അവിടെ നിലനിൽക്കുകയും അതൊരു തരത്തിലും മാറാതിരിക്കുകയും അത് ഈ രീതിയിൽ അത് സാങ്കേതിക വിദ്യയുടെ തെരഞ്ഞെടുപ്പുകളെ സ്വാധീനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുകൾ വ്യക്തിനിഷ്ഠമെന്ന് നമ്മൾ കരുതുന്ന ഈ തെരഞ്ഞെടുപ്പുകളിൽ പോലും വലിയ രാഷ്ട്രീയം, വലിയ തരത്തിലുള്ള പ്രതിലോമ രാഷ്ട്രീയം അതിനകത്ത് ഉണ്ട്. അതുകൊണ്ടാണ് സറഗസിയുടെ നിയമം വന്നപ്പോൾ ഈ വാടകയ്ക്ക് കൊടുക്കുന്ന ഗർഭപാത്രം എന്ന് പറയുന്നത് ഏതെങ്കിലും സ്ത്രീയുടെ ആവാൻ പറ്റില്ല, നിങ്ങളുടെ കിൻഷിപ്പിലുള്ളവരുടെ തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ ബന്ധുക്കളുടെ തന്നെ ആയിരിക്കണം എന്നൊരു നിബന്ധന കൂടി അതിൻ്റെ ഭാഗമായി വന്നത്. അവരില്ലെങ്കിൽ മാത്രമേ പുറത്തൊരാളുടെ
ഇതിലേക്ക് പോകാവുള്ളൂ. അതിന് കാരണം പറയുന്നത് സ്ത്രീകൾ അതിൽ കൂടുതലായി അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നു. ചെറിയ പൈസയ്ക്ക് സ്ത്രീകളെ വാടകയ്ക്ക് ഗർഭപാത്രം എടുത്തിട്ട് അവർക്ക് ആവശ്യമായ കൃത്യമായ പരിചരണം കൊടുക്കാതിരിക്കുന്നു എന്നൊക്കെയാണ്. പക്ഷേ അതിൽ വളരെ അന്തർലീനമായി നിൽക്കുന്ന ഈ ഒരു ജാതി മേന്മയുടെ അല്ലെങ്കിൽ ജാതിയുടെ ഒക്കെ സംഗതിയും ഉണ്ട്. കാരണം ഇപ്പോഴും സ്വന്തം മക്കളെ ഓണർ കില്ലിങ്ങിൻ്റെ ഭാഗമായി വേറൊരാളെ പ്രേമിച്ചു കഴിഞ്ഞാൽ സ്വന്തം മക്കളെ കൊല്ലാൻ മടിക്കാത്ത ഒരു സമൂഹത്തിലാണ് എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി കിടക്കുന്ന ഗർഭപാത്രം ആരുടെ ആയിരിക്കണം എന്നുള്ളതിലും കൃത്യമായ തീരുമാനം മനുഷ്യർക്കുണ്ടാവുന്നത്. അപ്പോൾ സാങ്കേതിക വിദ്യകൾ എന്ന് പറയുന്നത് ഒരു ഒട്ടും തന്നെ ഒരു നിഷ്കളങ്കമായ രീതിയിലോ നിരാക്ഷേപമായ രീതിയിലോ ഉള്ള സംഗതിയല്ല. അത് പ്രയോഗിക്കപ്പെടുന്നത് നമ്മൾ എല്ലാവരും എടുക്കുന്ന രാഷ്ട്രീയ തീരുമാനങ്ങളുടെ മുകളിൽ തന്നെയാണ്. അത് നിലനിൽക്കുന്നത് ഇവിടുത്തെ ഈ സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് തന്നെയാണ്. അത് സ്ത്രീകളെ പല രീതിയിൽ സങ്കീർണമായ രീതിയിൽ ബാധിക്കുന്നു. അവരുടെ ജീവിതത്തെ അത് ആക്കുന്നതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ജീവിതമാക്കുന്നതോടൊപ്പം തന്നെ അത് പല രീതിയിൽ പ്രതികൂലമായ ഫലത്തിൽ കൂടി അത് ബാധിക്കുകയും ചെയ്യുന്നു എന്നുള്ള തിരിച്ചറിവോടെ ആവണം ഇതുണ്ടാവാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ വളരെ പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ ഈ കണ്ണുമടച്ച് സ്വീകരിക്കുന്ന ഒന്നാണ് ഈ സാങ്കേതിക വിദ്യകൾ ശാസ്ത്രവും ഒക്കെ. അതിനകത്ത് വേറെ ചർച്ചകളൊന്നുമില്ല. ആകെ അതിൻ്റെ വളരെ ഒരു ഡ്യുവാലിറ്റിയിൽ നിന്നുകൊണ്ട് നല്ലതല്ല ചീത്ത എന്നുള്ളതിൽ മാത്രം നിന്നുകൊണ്ടാണ് നമ്മളൊരു ബൈനറി നിന്നുകൊണ്ടാണ് സാങ്കേതിക വിദ്യകളെ കാണുന്നത്. പക്ഷെ അതിനപ്പുറത്തുള്ള സാമൂഹ്യവും രാഷ്ട്രീയവുമായൊരു വശം ഓരോ സാങ്കേതിക വിദ്യയുടെയും നിർമ്മാണത്തിലും പ്രയോഗത്തിലും അതിൻ്റെ പിന്നീടുള്ള വികാസത്തിലും അത് വളരെ കൃത്യമായി ഇടപെടുന്നുണ്ട്. അതിൽ സ്ത്രീകളുടെ പക്ഷത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ ബോധം വളരെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ഓരോ ദിവസത്തെയും ജീവിതത്തെ ബാധിക്കുന്ന ഒരു എവരിഡേ എൻകൗണ്ടർ വിത്ത് ടെക്നോളജി എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനമായി കാണേണ്ടുന്ന ഒന്നാണ്. അതിന് ഉള്ള ഒരു അവസരം ഈ ലിബറാത്തെ ഫെസ്റ്റിവലിൽ ഉണ്ടാക്കിയതിന് ഇതിൻ്റെ ഓർഗനൈസേഴ്സിനോട് എല്ലാ സംഘാടകരോടും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതായത് ഈ തൊഴിലിടം കയറി ഇങ്ങ് വീട്ടിൽ വന്നു കഴിഞ്ഞ് സ്ത്രീ അനുഭവിക്കുന്ന ഇരട്ട എന്നൊന്നും പറയാൻ പറ്റില്ല. SBI നടത്തിയ ഒരു പഠനത്തിനകത്ത് പറഞ്ഞു GDPയുടെ 7.5% സ്ത്രീകൾ ചെയ്യുന്ന ഈ വീട്ടുജോലി, അതിൽ ഭക്ഷണം ഉണ്ടാക്കൽ, പരിസരം വൃത്തിയാക്കൽ, പ്രായമായ രക്ഷകർത്താക്കളെ നോക്കൽ, ആശുപത്രിയിലെ കൂട്ടിരിപ്പുകാർ, മക്കളുടെ ട്യൂഷൻ തുടങ്ങി ഇതെല്ലാം സ്ത്രീകൾ ചെയ്യുന്ന അധിക ജോലിയാണ്. ഇതെല്ലാം കൂടെ വരുമ്പോൾ 22.4 ലക്ഷം കോടി രൂപയുടെ ജോലി 2023 വർഷം രാജ്യത്തെ സ്ത്രീകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ അനന്തമായ സാധ്യതയെക്കുറിച്ച് നമ്മൾ ആവേശത്തോടെ പറയുമ്പോൾ തന്നെ ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മിനി ഇവിടെ സൂചിപ്പിച്ചത്. മറ്റൊന്ന് അതുപോലെ തന്നെ ഇപ്പോൾ വീടിനകത്ത് ചെയ്യുന്ന ജോലിയെ സംബന്ധിച്ച് അധിക ജോലി ഇപ്പോൾ സാങ്കേതികവിദ്യ വളർന്നതിൻ്റെ ഫലമായി ഇപ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. ഇപ്പോൾ കുട നിർമ്മാണം, അപ്പോൾ നമ്മൾ പോപ്പി മറ്റേ ജോൺസ് കുടയെക്കുറിച്ചൊക്കെ അതിൻ്റെ വലിയ പരസ്യവും മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ കുട നിർമ്മിക്കുന്നതിൻ്റെ കുടയുടെ പല ഭാഗങ്ങൾ പല വീടുകളിലിരുന്നാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഒരു കുടയായി മാറാൻ അതിനുവേണ്ടി സ്ത്രീകൾ എടുക്കുന്ന ഒരു എഫേർട്ട്, അതിനനുസരിച്ചുള്ള പണമോ മറ്റാനുകൂല്യമോ പലപ്പോഴും സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. കശുവണ്ടി ഫാക്ടറി, സ്വകാര്യ ഫാക്ടറികൾക്കൊക്കെ പുറമേ വീടുകളിൽ കശുവണ്ടി കൊടുക്കുന്ന ആളുകളെ നമുക്കറിയാം. അപ്പോൾ വീടുകളിൽ ഒരു 10-25 കിലോ 15 കിലോ കശുവണ്ടി കൊടുത്താൽ അവർ ഈ കശുവണ്ടി തല്ലി കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള വരുമാനം കൂലി അവർക്ക് കിട്ടുന്നില്ല. ഈ പറഞ്ഞ പോലെ അവർക്ക് കിട്ടേണ്ട മറ്റ് ആനുകൂല്യങ്ങളെല്ലാം നഷ്ടമാവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ മിനി സൂചിപ്പിച്ചത്. തുടർന്ന് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയമുള്ള സംഗീത ചേനമ്പിള്ളിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. സംസാരിക്കാൻ ഉള്ള വിഷയം എന്ന് പറയുന്നത്, ആദ്യം തന്നെ വേദിയിലും സദസ്സിലുള്ള എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല വാസ്തവത്തിൽ ഇത്. കാരണം പല തലങ്ങളിൽ പടർന്നു കിടക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു വിഷയമാണ് സാങ്കേതികവിദ്യ എങ്ങനെയാണ് സ്ത്രീ ജീവിതത്തെ ബാധിക്കുന്നത് എന്നുള്ളത്. ഇതിനെ ഒരു 3 തലത്തിൽ കൂടെ നോക്കിക്കാണാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒന്ന്, സാങ്കേതികവിദ്യയുടെ ലഭ്യത എങ്ങനെയാണ് സ്ത്രീ ജീവിതങ്ങളെ, ജെൻഡർ പാരിറ്റിയെ ഒക്കെ സ്വാധീനിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ലിംഗതുല്യതയുടെ കാര്യത്തിൽ
അല്ലെങ്കിൽ അവസര തുല്യതകളുടെ കാര്യത്തിലൊക്കെ സാങ്കേതികവിദ്യ എത്രമാത്രം സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊന്നും ഈ സാങ്കേതിക വിദ്യകളെ നിർമ്മിക്കുന്നതിൽ സ്ത്രീകൾക്ക് എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളത് അതിൻ്റെ ഒരു രണ്ടാമത്തെ തലമായിട്ടും, മൂന്നാമത്തേതായി ഈ സാങ്കേതിക വിദ്യകൾ വാസ്തവത്തിൽ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ മനോഭാവങ്ങളെയും മൂല്യങ്ങളെയും സ്വാധീനിക്കുന്നതും എങ്ങനെയാണത് സ്ത്രീ ജീവിതത്തെ ആ രീതിയിൽ സ്വാധീനിക്കുന്നത് എന്നുള്ളതുമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ സമയത്തെ മെച്ചപ്പെടുത്തുന്നതിൽ വാസ്തവത്തിൽ സാങ്കേതികവിദ്യ സഹായിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, നമ്മുടെ അടുക്കളകളുടെയും വീടുകളുടെയും പലതരത്തിലുള്ള ഉപകരണങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങുന്ന സമയത്ത് ഇത് പലപ്പോഴും ജോലി ഉപകരണങ്ങളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന സമയത്തും ഇതിൻ്റെ നിയന്ത്രണത്തിൻ്റേതായ ഒരു ഉത്തരവാദിത്വം സ്ത്രീകളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ഗൃഹോപകരണങ്ങളുടെ ശൃംഖലകൾ വികസിപ്പിച്ചെടുത്ത കാലങ്ങളിൽ തുടങ്ങി, അതായത് ഇപ്പോൾ ഒരു ഇന്ത്യയിലല്ല, പുറത്ത് നോക്കുമ്പോൾ ഒരു 50കളിലോ 60കളിലോ ഒക്കെ ഇത് വലിയ തോതിൽ പരസ്യം ചെയ്യപ്പെട്ട് തുടങ്ങിയ കാലത്ത് തന്നെ ഇത് കൃത്യമായും സ്ത്രീകളെ ടാർഗറ്റ് ചെയ്യുകയും സ്ത്രീകളുടെ വാല്യൂവിനെ, സ്ത്രീ എന്നുള്ള നിലയ്ക്കുള്ള വാല്യൂവിനെ എങ്ങനെയാണ് ഈ ഉപകരണങ്ങൾ മെച്ചപ്പെടുത്തുന്നത് എന്നുള്ള രീതിയിലാണ് ഈ പരസ്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ഒരു വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അത് സ്ത്രീയെ എങ്ങനെ മികച്ച വീട്ടമ്മയാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ ഒരു വേറെ ഏതെങ്കിലും ഒരു ഉപകരണമാണെങ്കിൽ, ഡിഷ് വാഷർ ആണെങ്കിൽ അതെങ്ങനെ സ്ത്രീയെ കൂടുതൽ മികച്ച സ്ത്രീയാക്കി മാറ്റുന്നു എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ തൊഴിൽ സമയം കുറയ്ക്കുന്നു എന്നുള്ള അവകാശവാദത്തോടെ, അല്ലെങ്കിൽ സ്ത്രീയുടെ കൂടുതൽ സഹായിക്കാൻ എന്ന് പറയുന്ന അവകാശവാദത്തോടെ ഇറങ്ങുന്ന ഉൽപ്പന്നങ്ങളൊക്കെ തന്നെയും അതിൻ്റെ ഒരു വിപണി മൂല്യത്തിനെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നതും അതിനപ്പുറത്തേക്ക് സ്ത്രീ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ രാഷ്ട്രീയത്തെ, തുല്യതയുടെ രാഷ്ട്രീയത്തെ തൊടുക എന്നുള്ള ഉദ്ദേശം തീർച്ചയായിട്ടും അത്തരത്തിലുള്ള കാര്യങ്ങൾക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ കുടുംബം എന്ന് പറയുന്ന വ്യവസ്ഥിതിക്കകത്ത് കൃത്യമായി പാചകം, ശിശുപരിപാലനം, അലക്ക് തുടങ്ങിയ കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു കൃത്യമായ വീടായി നിലനിൽക്കേണ്ടത് സമൂഹത്തിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ നിയന്ത്രണം മുതലാളിത്തത്തിലായിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ കൂടി ആവശ്യമാണ്. കാരണം കൃത്യമായി പ്രൊഡക്ഷൻ്റെ രീതികൾ നടക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിൽ പുരുഷൻ മാത്രം പങ്കാളിയായാൽ മതിയാകാത്ത ഒരു കാലം വന്ന സമയത്ത് സ്ത്രീ ഇതിൽ പങ്കെടുക്കേണ്ടതുകൊണ്ട് അതിനാവശ്യമായ മിച്ച സമയത്തെ നിർമ്മിക്കുന്നതിന് സ്ത്രീയുടെ സമയത്തെ, അടുക്കളയിലെ സമയത്തെ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുമാണ് പിന്നെ അതിനൊപ്പം തന്നെ ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളും മറ്റും ഉയർത്തിക്കൊണ്ട് വന്നിട്ടുള്ള സ്ത്രീയുടെ സമയം ഇത്തരത്തിൽ ചെലവിടേണ്ടതല്ല, സ്ത്രീക്ക് മറ്റു രീതിയിൽ വിനിയോഗിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള വാദങ്ങളെ ഒരു തരത്തിൽ അതിനെ മയപ്പെടുത്താനുള്ള ഒരു ശ്രമം എന്നുള്ള നിലയ്ക്കും കൂടിയാണ് ഈ എന്താ പറയുക, അടുക്കള ഉപകരണങ്ങളുടെയും മറ്റും ഓട്ടോമേഷനും ഓട്ടോമേഷനല്ല അതിൻ്റെ വികസിപ്പിക്കലും അതിൻ്റെ പരസ്യങ്ങളും ഒക്കെ തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വാസ്തവത്തിൽ സ്ത്രീയുടെ മൂല്യത്തെ അളക്കുന്ന ഒരു അളവുകോലായി കൂടി ഈ പുതിയ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവസാനം പറയാൻ പോകുന്ന കാര്യത്തിലേക്കുള്ളൊരു സൂചകം കൂടിയാണ് ഇത്. ടെക്നോളജി ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് സ്ത്രീ ആധുനികമായ കാഴ്ചപ്പാടുള്ള അല്ലെങ്കിൽ തുല്യതയുള്ള ഒരു സ്ത്രീയായിട്ട് മാറുന്നില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ സാങ്കേതികവിദ്യയുടെ ലഭ്യത, പ്രത്യേകിച്ച് ഡിജിറ്റൽ സാങ്കേതികവിദ്യകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങിയവയുടെ ലഭ്യത സ്ത്രീയുടെ തൊഴിലവസരങ്ങളെയും സ്ത്രീക്ക് നടത്തുന്ന വലിയ തൊഴിലവസരങ്ങളെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് സെപ്പറേറ്റ് പഠനം തന്നെ നടത്തേണ്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. നേരെ മറിച്ച് ചെറിയ സ്വയം സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതിനെ വളർത്തുന്നതിനും ഒക്കെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. മറ്റൊന്ന് സുരക്ഷയുടെ മേഖലയാണ്. പല സമയത്തും യാത്ര ചെയ്യുന്ന സമയത്തും മറ്റു പല സ്ഥലങ്ങളിൽ എന്താ പറയുക, ഇടപെടേണ്ട സ്ഥലങ്ങളിലും ഒക്കെ തന്നെ സ്ത്രീയുടെ ഒരു സുരക്ഷയെ സ്വാധീനിക്കാൻ, സുരക്ഷിതമായൊരു അന്തരീക്ഷം ഒരുക്കുന്നതിൽ അല്ലെങ്കിൽ സുരക്ഷ ലഭ്യമാക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് നിഷേധിക്കാനും പറ്റില്ല. അപ്പോൾ സാങ്കേതിക വിദ്യയ്ക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ട്. ഒരു വശത്ത് ഇത് സ്ത്രീയുടെ അവസരങ്ങളെ, സ്ത്രീക്ക് കൂടുതൽ പുറത്തേക്ക് പോകാനുള്ള, സ്ത്രീയുടെ ലോകത്തെ കുറേ കൂടി തുറന്നതാകാനുള്ളൊരു സാധ്യത ഒരുക്കുകയും സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾക്ക് കുറേയൊക്കെ സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മറ്റൊരു വിധത്തിൽ സ്ത്രീയുടെ ജീവിത കാഴ്ചപ്പാടുകളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് എങ്ങനെയാണ് സാങ്കേതിക വിദ്യയുടെ നിർമ്മാണത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ രൂപപ്പെടുത്തലിൽ എത്രത്തോളം സ്ത്രീ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ പുതിയൊരു പഠനം കാണിക്കുന്നത് AI സാങ്കേതിക വിദ്യ ഡെവലപ്പ് ചെയ്യുന്നതിൽ
20 മുതൽ 28% മാത്രമാണ് സ്ത്രീകൾക്ക് പങ്കാളിത്തമുള്ളത്. ഈ ഉള്ള പങ്കാളിത്തം തന്നെ ടോപ്പ് പൊസിഷൻസിലല്ല, വളരെ താഴ്ന്ന ലെവലിലുള്ള പങ്കാളിത്തമാണ് ഉള്ളത് എന്ന് കാണാൻ പറ്റും. അപ്പോൾ നമുക്കറിയാം എ ആണ് ഇപ്പോൾ നമ്മുടെ മിക്കവാറും തന്നെ വിനിമയങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നത്. നമ്മൾ എഴുതുന്നത് പോലും AI ഉപയോഗിച്ചായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ്. ഭാവിയിൽ അധ്യാപനം പോലെ ക്ലറിക്കൽ ജോലികൾ പോലെയുള്ള തൊഴിലുകളൊക്കെ തന്നെ ഏറ്റെടുക്കുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ ഭീഷണിയായി തന്നെ ഉണ്ട്. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. അപ്പോൾ ഈ കാലത്ത് നിൽക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ജെൻഡർ ഇൻക്ലൂസീവായ അല്ലെങ്കിൽ ജെൻഡർ ഡിവൈഡിനെ ഇല്ലാതാക്കുന്ന ഒന്നായിരിക്കുമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നതിൽ 20 മുതൽ 28% വരെ സ്ത്രീകളുള്ളൂ എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ്? ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന തലച്ചോറുകൾ എന്ന് പറയുന്നത് പുരുഷൻ്റെ തലച്ചോറാണ്. പിന്നെ അടുത്തത് ഇതിനെ പരിശീലിപ്പിക്കുന്ന ഡാറ്റ സെറ്റുകളാണ്. എന്ന് പറയുന്നത് ശൂന്യതയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒന്നല്ല. അതിന് മുൻകൂട്ടി കൊടുത്തിട്ടുള്ള വിവരശേഖരത്തിൽ നിന്നും പഠിച്ചുകൊണ്ടാണ് അത് തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന ഈ വിവരശേഖരത്തിൽ എല്ലാത്തരം ബയസുകളും ഉൾച്ചേർന്നിരിക്കും. അത് ജെൻഡർ ബയസ് ആവട്ടെ, കാസ്റ്റ് സംബന്ധിച്ച ബയസാവട്ടെ, ജാതി വർണ്ണം സംബന്ധിച്ച ബയസാകട്ടെ, പലതരത്തിലുള്ള വംശീയതകൾ സംബന്ധിച്ച ബയസാകട്ടെ, ഇതൊക്കെ തന്നെ ഉൾച്ചേർന്നിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം എന്ന് പറയുന്നത് മനുഷ്യൻ പഠിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ പഠിപ്പിക്കുന്നതാവട്ടെ ഭൂരിപക്ഷവും പുരുഷന്മാർ വരുന്ന ഉള്ളടങ്ങുന്ന 80% പുരുഷന്മാരടങ്ങുന്ന ഒരു തൊഴിൽ മേഖലയാണ് ഇതിനെ നിയന്ത്രിക്കുന്നതും ഈ AI സിസ്റ്റത്തിനെ ഈ ഡാറ്റ പഠിപ്പിക്കുന്നതും. അപ്പോൾ സ്വാഭാവികമായും തന്നെ ഇത് നിലനിൽക്കുന്ന ജെൻഡർ ബയസിനെ, ജെൻഡർ ഡിവൈഡിനെ കൂട്ടുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് ഓൾറെഡി തന്നെ പഠനങ്ങളുണ്ട്. ഒരു പേപ്പറുണ്ട്, സ്റ്റാൻഫോർഡിലെ ജെനിവിവി എന്ന് പറയുന്ന ഒരു ഒരു ലേഡി ഓതറായിട്ടുള്ള പേപ്പറാണ്. അപ്പോൾ അവരുടെ ഒരു അനുഭവം അതിൽ പറയുന്നത് 2019 അവരും ഭർത്താവും ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തു. ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്ത സമയത്ത് ഇവർക്ക് ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി മെച്ചപ്പെട്ട ക്രെഡിറ്റ് സ്കോറാണ്, സെയിം സാലറി, സെയിം കടബാധ്യതകൾ എല്ലാം തന്നെയാണ്. പക്ഷേ ഇവർക്ക് ക്രെഡിറ്റ് കാർഡ് വന്ന സമയത്ത്, ഒരേ ക്രെഡിറ്റ് കാർഡ് വന്ന സമയത്ത് ഭർത്താവിനുള്ളതിൻ്റെ 50% മാത്രം ക്രെഡിറ്റ് ലിമിറ്റാണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. തീരുമാനം എടുക്കുന്ന AI സിസ്റ്റമാണ്, മനുഷ്യനൊന്നുമല്ല. അപ്പോൾ സ്ത്രീ ആണെങ്കിൽ ഇത്തരത്തിൽ എന്താ പറയുക, കുറഞ്ഞ ക്രെഡിറ്റ് ലിമിറ്റ് ഉള്ളതേ കൊടുക്കാൻ പറ്റൂ, സ്ത്രീയുടെ തൊഴിലിന് ഇത്രേ വേതനം കിട്ടുള്ളൂ, സ്ത്രീക്ക് ഇത്രേ തിരിച്ചടവ് ശേഷിയുള്ളൂ എന്ന് മെഷീൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കാം. സ്റ്റാൻഫോർഡിൽ തന്നെ നടത്തിയ മറ്റൊരു പഠനം എന്ന് പറയുന്നത് ആൺപേരുകൾ വെച്ചുകൊണ്ടും പെൺപേരുകൾ വെച്ചുകൊണ്ടും സെയിം പ്രൊഫൈലുകൾ തൊഴിലിനായി സമർപ്പിക്കുകയാണ് ഒരു വേക്കൻസിക്കായിട്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നതിൽ ഇത് ആൺപേരുകളിൽ കൊടുത്ത സമയത്ത് 80-85% തിരഞ്ഞെടുക്കപ്പെടുകയും പെൺപേരുകളിൽ കൊടുക്കുന്ന സമയത്ത് റിജക്ഷൻസ് വലിയൊരളവും റിജക്റ്റ് ചെയ്യപ്പെടുകയാണ്. നടന്നിട്ടുള്ള പഠനമാണ്, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയ പഠനമാണ്. അതേപോലെ തന്നെ ഈ കിട്ടിയതിൽ തന്നെ തൊഴിലുകളിൽ സ്ത്രീ പുരുഷ വേതനത്തിൻ്റെ അന്തരം 80% വരെ വരുന്ന തരത്തിലുള്ള വേതന അന്തരവും ഈ തിരഞ്ഞെടുക്കപ്പെട്ട സ്ത്രീകൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ നിലനിൽക്കുന്നതൊരു പൊതുമേഖലയെ അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്ന ഒരു തരത്തിലുള്ള വേതന വ്യവസ്ഥ നിലനിൽക്കുന്നതിൽ ഇപ്പോൾ എനിക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അധ്യാപകനും തുല്യ വേതനമായിരിക്കും. പക്ഷേ അതല്ലാതെ ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ പെർഫോമൻസ് ബേസ്ഡ് ഓഡിറ്റ് വെച്ചിട്ട് ശമ്പളം നിശ്ചയിക്കുന്നു എന്നാണല്ലോ പറയുക. അതിൻ്റെ മുൻവിധികൾ പ്രവർത്തിക്കുന്നത് മിക്കയിടങ്ങളിലും സ്ത്രീക്ക് കുറഞ്ഞ വേതനം നൽകിക്കൊണ്ടും കുറഞ്ഞ പൊസിഷൻസ് നൽകിക്കൊണ്ടുമാണ്. ഇത് ശൂന്യതയെന്ന് നമ്മൾ പറയുന്നതല്ല, കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്. അപ്പോൾ AI പോലെ എന്ത് സാങ്കേതിക വിദ്യ തന്നെ വന്നാലും ഇത് ജെൻഡർ ഡിവൈഡിനെ മാറ്റുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മറുവശത്ത് സ്ത്രീ തൊഴിലിലേക്ക് വരാതെ ഈ എക്കണോമിക് സിസ്റ്റത്തിന് നിലനിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നേരത്തെ ടീച്ചറൊക്കെ സൂചിപ്പിച്ച പോലെ വർക്ക് അറ്റ് ഹോം എന്നുള്ള പേരിലും, അതായത് സ്ത്രീക്ക് കൃത്യമായൊരു തൊഴിൽ സമയമില്ലാതെ വീടിൻ്റെ ഇടയിൽ കൂടെ ഇതുകൂടി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. എൻ്റെ അനിയത്തിക്ക് ഇപ്പോൾ അവൾ IT മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്, അവൾക്ക് വർക്ക് അറ്റ് ഹോം ആണ് ഉള്ളത്. അപ്പോൾ അവൾ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്ക് പുറത്തിറങ്ങാനുള്ളൊരു അവസരം, കമ്മ്യൂണിറ്റിയിൽ ഇടപെടാനുള്ളൊരു അവസരമാണ് ഇല്ലാതാകുന്നത്. അവൾ എന്നെപ്പോലെ മറ്റു പരിപാടികളായിട്ട് നടക്കുന്ന ഒരാളല്ല. ജോലിയും വീടും അത് കഴിഞ്ഞ് തൊഴിലിടത്തിലെ ബന്ധങ്ങളും കമ്മ്യൂണിക്കേഷൻസ് മാത്രമുള്ള ഒരാളാണ്. അപ്പോൾ ആ ആളെ സംബന്ധിച്ചിടത്തോളം ഇതുകൂടി അടഞ്ഞു പോവുകയാണ്. അവർക്ക് തൊഴിലിടത്തിലുണ്ടാകുന്ന വിനിമയങ്ങൾക്കുള്ള സാധ്യത കൂടി അടഞ്ഞു പോവുകയും അവർ വീടിൻ്റെ അകത്തേക്ക് പൂർണ്ണ
വീട്ടമ്മകൾ ആയിട്ട് മാറിപ്പോവുകയാണ്. വീട്ടമ്മയല്ല, ഇവർ തൊഴിൽ ചെയ്യുന്നുണ്ട്, വലിയൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നുള്ള ആളാണെന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും ഈ വീട്ടിലെ തൊഴിലിനോട് ബന്ധിക്കപ്പെട്ടതായിട്ട് തന്നെയാണ് അവരുടെ ഔദ്യോഗികമായ തൊഴിൽ മാറുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് വീട്ടിൽ നിർവഹിക്കുന്നു, ബാക്കി സമയം നമ്മുടേതായി വിനിയോഗിക്കുന്നു. ഇങ്ങനെ ഒരു സമയം പോലും ഇല്ലാതെ ഇപ്പോൾ ഒരു പ്രോജക്റ്റ് തീർത്ത് കൊടുക്കേണ്ട സമയത്താണെങ്കിൽ ഞായറാഴ്ച പോലും ഇത്തരത്തിൽ വർക്ക് ചെയ്യേണ്ട തലത്തിലേക്ക് മാറുകയാണ് വാസ്തവത്തിൽ വർക്ക് അറ്റ് ഹോം കൊണ്ട് സംഭവിക്കുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ നിർമ്മിക്കുന്നതിൽ സ്ത്രീക്ക് വലിയ പങ്കില്ലാത്തിടത്തോളം കാലം ഇതിങ്ങനെ തന്നെയായിരിക്കും തുടരുക. വിപണി സ്ത്രീയെ വർക്ക് ചെയ്യാൻ അനുവദിക്കുന്നത് അല്ലെങ്കിൽ തൊഴിലെടുക്കേണ്ടി വരുന്നത് വിപണിക്ക് അത് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. ഒരു സമയത്ത് കുടുംബം എന്നുള്ള സ്ഥാപനത്തെ നിലനിർത്താനും ന്യൂക്ലിയർ കുടുംബത്തിനകത്തെ സ്ത്രീയുടെ റോളിനെ നിലനിർത്താനും എന്തുകൊണ്ട് ശ്രമിച്ചിരുന്നോ അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്ത്രീയെ പുറത്തേക്ക് കൊണ്ടുവരാനും സ്ത്രീയുടെ തൊഴിലിനെ ഉപയോഗിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സിനിമയിലടക്കം നമ്മൾ കാണുന്ന നരേറ്റീവുകളിൽ വരുന്ന സ്ത്രീ കേന്ദ്രീകൃത നരേറ്റീവുകൾ പലപ്പോഴും വരുന്നതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ പർച്ചേസിങ് പവറുള്ള സ്ത്രീയെ തൃപ്തിപ്പെടുത്തുക, അവളെ തീരുമാനം എടുക്കാനുള്ള ശേഷിയുള്ള സ്ത്രീയുടെ വരുമാനത്തെ കൂടി ഞങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരു വശത്ത് സുരക്ഷയൊരുക്കുകയും ഡിജിറ്റൽ അല്ലാത്ത ഏത് സാങ്കേതിക വിദ്യകളും തന്നെ ഒരു വശത്ത് പുറത്തേക്ക് ഒരു വാതിൽ തുറക്കുകയും അതേസമയം തന്നെ ഈ സ്ത്രീയുടെ അധ്വാനത്തെയും വരുമാനത്തെയും ചൂഷണം ചെയ്യാനുള്ള മറ്റൊരു പാത തുറന്നിടുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് സൈബർ മേഖലയിലൊക്കെ ഇടപെടുന്നത് സംബന്ധിച്ച് സെക്യൂരിറ്റിയെ സംബന്ധിച്ചാണ്. നമ്മൾ എത്ര തന്നെ അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ കൊണ്ട് സാമൂഹികമായ ഇടപെടലുകളിൽ നിന്ന് പിന്മാറുന്ന സ്ത്രീകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സൈബർ സ്പേസിൽ നേരിടുന്ന ആക്രമണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ വ്യക്തിഹത്യകളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള, ഇപ്പോൾ നമ്മുടെയൊക്കെ തന്നെ ഇൻബോക്സുകൾ, തുറക്കാത്ത ഇൻബോക്സുകൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെ നേരിട്ടിട്ടാണ് ഒരു സ്ത്രീയുടെ സൈബർ സ്പേസിലെ ജീവിതം കടന്നു പോകുന്നത് എന്നുള്ളത്. കമൻറ്റുകളായിക്കോട്ടെ, കൃത്യമായി കമൻറ്റ് റെസ്ട്രിക്റ്റ് ചെയ്ത് ഇൻബോക്സ് നോക്കാതെയൊക്കെ ജീവിച്ചു പോയാൽ നമ്മുടെ സാമൂഹ്യ ഇടപെടലുകൾ നടക്കും എന്നുള്ളൊരു അവസ്ഥ വാസ്തവത്തിലുണ്ട്. ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന തരത്തിലേക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ വേണ്ടത്ര വളർന്നിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ ഒരു വലിയ പ്രശ്നം തന്നെയാണ്. മറ്റൊന്ന്, ഇനി എയോ അല്ലാത്ത മേഖലകളോ ഒക്കെ അവിടെ നിൽക്കട്ടെ, അടിസ്ഥാന ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ തന്നെ സ്ത്രീ പ്രാതിനിധ്യത്തിൻ്റെ അവസ്ഥ പരിശോധിക്കുന്ന സമയത്ത് കൺവെൻഷണൽ ആയിട്ടുള്ളൊരു വിശ്വാസമാണല്ലോ സ്ത്രീക്ക് സ്റ്റെമ്മിൽ സയൻസ്, ടെക്നോളജി, മാത്തമാറ്റിക്സ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീക്ക് വലിയ ബുദ്ധിയൊന്നുമില്ല, കഴിവൊന്നുമില്ല, കണ്ടുപിടുത്തമൊക്കെ ഞങ്ങൾ നടത്തുകയാണ് ചെയ്യുക, വേണമെങ്കിൽ ഇതിൻ്റെ അസോസിയേറ്റ് ആയിട്ട് ചെയ്യുന്ന ചെറിയ പണികളൊക്കെ ചെയ്ത് നിന്നോളൂ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് വലിയൊരു കാലത്തോളം ഉണ്ടായിരുന്നു. പലപ്പോഴും നോബൽ കിട്ടേണ്ട പല കണ്ടുപിടുത്തങ്ങളും കൂടെ പ്രവർത്തിച്ച മെയിൽ ശാസ്ത്രജ്ഞന്മാരുടെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരുടെയൊക്കെ പേരിൽ എഴുതപ്പെട്ടിട്ടുള്ള ധാരാളം സംഭവങ്ങളുണ്ട്. അത് ഞാൻ സ്ഥിരമായിട്ട് സംസാരിക്കുന്ന വേറൊരു വിഷയമാണ്. തുടങ്ങിയാൽ നിർത്താൻ പറ്റാത്തത്രയും ഉദാഹരണങ്ങളുള്ള വലിയ വേറൊരു വിഷയമേഖലയാണ്. പക്ഷേ ഇപ്പം നമുക്കൊരു ട്രെൻഡിലുള്ള മാറ്റം നോക്കിയാൽ കൃത്യമായിട്ട് കണക്ക് എങ്ങനെയാണ് സ്ത്രീയുടെ സാമൂഹ്യ പദവിയും ഈ നോബൽ പ്രൈസിലെ പ്രാതിനിധ്യമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായ കണക്ക് കാണാൻ പറ്റും. 1901 മുതൽ 20 വരെയുള്ള കാലത്ത് ആകെ 4 സ്ത്രീകളാണ് നോബൽ സമ്മാനം നേടിയത്. സയൻസിലാണ് 1921 മുതൽ 40 വരെ 5 പേരാണ്, 41 മുതൽ 60 വരെ 3 പേരാണ്, 81 മുതൽ 2000 വരെ 11 പേരാണ്, 61 മുതൽ 80 വരെ 7 പേരാണ്, 81 മുതൽ 2000 വരെ 11 പേരാണ്. അപ്പോൾ അത്രയും കുറച്ച് പേർ, 4, 5, 9, 12, 7, 19, 10, 29, 30 പേരാണ് ആകെ നോബൽ നേടിയത് 2000-ൻ്റെ ഇടയ്ക്ക്. അതിനുശേഷം 2001 മുതൽ 2020 വരെ 28 സ്ത്രീകൾ നോബൽ നേടിയിട്ടുണ്ട്. അതിനുശേഷം 21 മുതൽ 24 വരെയുള്ള വെറും 4 വർഷം കൊണ്ട് 8 സ്ത്രീകൾക്ക് ഓൾറെഡി നോബൽ ലഭിച്ചു കഴിഞ്ഞു. ഇതിൽ തന്നെ 2 ഓൾ വിമൻ നോബലാണ് സയൻസിന്, ഫിസിക്സിന് അടക്കം. ഫിസിക്സിന് ഒരു നോബൽ കിട്ടുന്നത് 10-60 വർഷം കഴിഞ്ഞിട്ടാണ് സ്ത്രീക്ക് കിട്ടുന്നതെന്ന് ഓർക്കണം. അവിടെ നിന്നാണ് ഒരു ഓൾ വിമൻ നോബലിലേക്ക് നമ്മൾ മാറുന്നത്. ഫീൽഡ്സ് മെഡൽ എന്ന് പറയുന്ന മാത്സിലെ 40 വയസ്സിൽ താഴെയുള്ള മാത്തമാറ്റീഷ്യൻസിന് കൊടുക്കുന്ന പുരസ്കാരത്തിൽ 2014 വരെ ഒറ്റ സ്ത്രീ പോലും, 80 എത്രയോ വർഷത്തെ ചരിത്രത്തിൻ്റെ ഇടയ്ക്ക് ഒറ്റ സ്ത്രീ ഉണ്ടായിരുന്നില്ല. 2014 മറിയം റിസാഖാനിക്ക് കിട്ടുന്നത്. അതിനുശേഷം 2022 മരിയ വിയാസ്കോക്ക എന്ന് പറയുന്ന ഉക്രൈൻകാരിയായ ഒരു സ്ത്രീ കൂടി നേടുന്നുണ്ട്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ വർക്ക് ചെയ്യാൻ ആവശ്യമായ തലച്ചോറിൻ്റെ ശേഷി സ്ത്രീകൾക്കില്ലാത്തതല്ല പ്രശ്നമെന്നും സാമൂഹ്യ പദവിയുമായി ബന്ധപ്പെട്ടാണ് ഇതിരിക്കുന്നത് എന്നുള്ളതുമാണ്. ഇതേപോലെ തന്നെയായിരുന്നു ഇപ്പോൾ ബഹിരാകാശത്ത് സ്ത്രീയെ അയക്കുന്നത് സംബന്ധിച്ച് നേരത്തെ സഖാവ് CS സുജാത സൂചിപ്പിക്കേണ്ടായി. സോവിയറ്റ് യൂണിയനിൽ എടുത്ത നടപടികൾ എങ്ങനെയാണ്, എന്താ പറയുക,
ഇവർ വാലന്റീന തെരഷ്കോവ ബഹിരാകാശത്തേക്ക് പോകുന്നത്? മിൽത്തൊഴിലാളിയായിരുന്ന ഒരു സ്ത്രീയെ സ്ത്രീയെ അയക്കണം എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് പരിശീലിപ്പിച്ച് അയക്കുക ചെയ്യുന്നത്. അന്ന് അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അവർ ഫൈറ്റർ പൈലറ്റ് ആയിട്ടോ ഒന്നുമല്ല. പക്ഷേ നേരെ മറിച്ച് അമേരിക്കയിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്നിരുന്ന ഒരു കാരണം എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഫൈറ്റർ പൈലറ്റായിട്ട് ഇത്ര മണിക്കൂർ വിമാനം പറത്തിയ പരിചയം വേണം എന്നൊക്കെയായിരുന്നു. അപ്പോൾ ജെറി കോബ് എന്ന് പറയുന്ന വളരെ എഫിഷ്യൻ്റായ സ്ത്രീ, അതായത് 0.2% അകത്ത് പുരുഷന്മാരോട് മത്സരിച്ച് ശാരീരിക ക്ഷമതയിലും മറ്റുമൊക്കെ വന്നിട്ടുള്ള അതിനെപ്പറ്റി ഒരു വലിയ വിശദമായ പഠനം തന്നെയുണ്ട്. അവർ 0.2% വന്നിട്ട് പോലും അവരെ ബഹിരാകാശത്തേക്ക് അയക്കാതിരിക്കുക ചെയ്യുന്നത്. പിന്നീട് 1983 സാലി റൈഡ് ബഹിരാകാശത്ത് പോകുന്നത്. അതായത് വാലന്റീന തെരഷ്കോവ പോയി കഴിഞ്ഞതിന് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ്. അപ്പോൾ ഇത് അവസര തുല്യത ഉറപ്പുവരുത്തുക എന്നുള്ളത് രാഷ്ട്രീയമായ ഒരു കാര്യം കൂടിയാണെന്നുള്ളതിൻ്റെ സൂചനയാണത്. അതായത് എഞ്ചിനീയറിംഗ് ഡിഗ്രി വേണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ ഫ്ലൈയിങ് പരിചയം വേണം എന്ന് തീരുമാനിക്കുന്നത് ഒരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ്. അത് വെറുതെ ഉണ്ടാകുന്ന ഒന്നല്ല, യാദൃശ്ചികമായി സ്ത്രീയുടെ ദൃശ്യത കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ഈ പൊതുമേഖലയെ ഉയർത്തിപ്പിടിക്കണം എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നതിൻ്റെ ഒരു കാരണം കൂടി ഈ ജെൻഡർ ഇൻക്ലൂസിവിറ്റി കൂടിയാണ്. കാരണം വേതനത്തിൻ്റെ കാര്യത്തിൽ, അവസരങ്ങളുടെ കാര്യത്തിലൊക്കെ കുറേ സമത്വം ഉറപ്പ് നൽകാൻ ഈ പൊതുമേഖലയ്ക്കും അതുമായി ബന്ധപ്പെട്ട സംവരണ സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ കഴിയുന്നുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ നോക്കുന്നത് മെറിറ്റാണ്. അപ്പോൾ ഈ മെറിറ്റ് നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? മെറിറ്റ് നോക്കുമ്പോൾ സ്വാഭാവികമായും വീട്ടിൻ്റെ ഭാരവും കെയർ ഗിവിങ് ഭാരങ്ങളും, അതായത് പ്രായമായ അച്ഛനമ്മമാരെയും കുട്ടികളെയും ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമുള്ള സ്ത്രീയുടെ പെർഫോമൻസ് പലപ്പോഴും മറ്റുള്ളവരുടെ അളവുകോല് കൊണ്ട് അളക്കാൻ പറ്റുന്ന രീതിയിലല്ല ഉണ്ടാവുക. അവരതേ ജോലി ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവരെടുക്കുന്ന സമയമോ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന രീതിയോ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഇതിനെ പെർഫോമൻസ് വെച്ച് അളക്കുന്നിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾക്ക്, അതായത് സ്ത്രീയുടെ പെർഫോമൻസിനെ അളക്കുന്ന മാനകങ്ങൾ എന്നുള്ളത് ഇതിനെ കൂടി കണക്കിലെടുക്കാത്തതായിരിക്കുന്നിടത്തോളം കാലം ഈ മേഖലകളിലെ തുല്യത എന്ന് പറയുന്നത് നമ്മുടെ സ്വപ്നമായി തന്നെ അവശേഷിക്കാനാണ് സാധ്യത. മാത്രമല്ല, ഇതിൽ നിലനിൽക്കുന്ന ഭാഷ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ IT മേഖലയുമായി ബന്ധപ്പെട്ട വാക്കുകൾ പരിശോധിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ ഇമോജികൾ, ഏറ്റവും മറ്റ് മുൻവിധികളൊന്നും ഇല്ലാത്തൊരു ഭാഷയാണ് ഇമോജികൾ എന്നാണല്ലോ നമ്മൾ കരുതുക. അത് വാക്കുകൾ ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അതിൽ മറ്റു കാര്യങ്ങൾ വരില്ല എന്ന് വിചാരിക്കും. പക്ഷേ റണ്ണർ, പോലീസ്മാൻ, ഫയർ ഫൈറ്റർ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് ആണുങ്ങളുടെ ഇമോജിയും, പേഴ്സൺ ഫ്രൗണിങ് എന്നുള്ളതിന്, അതായത് മുഖം ചുളിക്കുന്നത് ഉണ്ടായിരുന്നത് സ്ത്രീയുടെ ഇമോജിയായിരുന്നു. അടുത്ത കാലത്താണ് അത് മാറ്റുന്നത്. അതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ടെർമിനോളജിയിലൊക്കെ തന്നെ മെയിൽ സോക്കറ്റ്, ഫീമെയിൽ സോക്കറ്റ് തുടങ്ങിയ പദങ്ങളും, ഇതിൽ ഇനി പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല പദങ്ങളും IT റിലേറ്റഡ് ആയിട്ട്, അതായത് ലൈംഗികതയെ ആരോപിക്കുന്ന തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. IT-യിൽ പണിയെടുക്കുന്ന സ്ത്രീകൾ തന്നെ പ്രോഗ്രാമർ, ഡെവലപ്പർ തുടങ്ങിയ മേഖലകളുമായിട്ട് ഒക്കെ അസോസിയേറ്റ് ചെയ്ത് സങ്കല്പിക്കാൻ പറയുന്ന സമയത്ത് ഒരു പുരുഷനെയാണ് സങ്കല്പിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അതേപോലെ സയൻറ്റിസ്റ്റുകളുടെ കാര്യത്തിലും ധാരാളം ഇതിലൊക്കെ സ്റ്റഡീസ് ഉണ്ട് കേട്ടോ, ധാരാളം സ്റ്റഡീസ് ഉണ്ട്. ഇപ്പോൾ സയൻറ്റിസ്റ്റിനെ വരയ്ക്കാൻ പറയുമ്പോൾ ഒരു കുട്ടി ആരെയായിരിക്കും സങ്കല്പിക്കുന്നത്, എത്ര ശതമാനം കുട്ടികൾ ഒരു സയൻറ്റിസ്റ്റിനെ സ്ത്രീയായി സങ്കല്പിക്കുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 20% താഴെയാണ്. ചില രാജ്യങ്ങളിൽ അത് 10% താഴെയാണ്. അപ്പോൾ ഈ ഒരു പ്രശ്നം ശാസ്ത്ര സാങ്കേതിക മേഖലകളെക്കുറിച്ച് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നത് ആരാണ് എന്നുള്ളത് തീർച്ചയായിട്ടും ഇതിൽ പ്രതിഫലിക്കും. ഉദാഹരണത്തിന് മരുന്നുകളുടെ കാര്യം എടുക്കാം. മരുന്നുകൾ സ്ത്രീയുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ, പ്രത്യുൽപാദന അവകാശത്തെയൊക്കെ മാറ്റിമറിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ മരുന്നുകളുടെ കാര്യം എടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഹൃദ്രോഗത്തിനുള്ളൊരു മരുന്നാണ്, അല്ലെങ്കിൽ ഹൃദ്രോഗത്തിനുള്ള ലക്ഷണങ്ങളാണ്, ടിപ്പിക്കൽ മെയിൽ ലക്ഷണങ്ങളാണ് അതിൻ്റെ ലക്ഷണങ്ങളായിട്ട് കരുതപ്പെടുന്നത്. സ്ത്രീയുടെ ഹൃദ്രോഗത്തിന് ഉണ്ടാവുക പലപ്പോഴും ടിപ്പിക്കൽ മെയിൽ ലക്ഷണങ്ങളല്ല, അത് തിരിച്ചറിയപ്പെടാതെ പോകുന്നു. അതുപോലെ തന്നെ ആവറേജ് മെയിൽ ശരീരത്തിലുള്ള മസിൽ മാസും കൊഴുപ്പിൻ്റെ അളവുമല്ല ഒരു സ്ത്രീയുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഈ മരുന്നുകളുടെ ഡോസേജ് പലപ്പോഴും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഓവർ ഡോസേജ് ആയിരിക്കും, അല്ലെങ്കിൽ അണ്ടർ ഡോസേജ് ആയിരിക്കും. പെയിൻ റിലേറ്റഡ് ഗുളികകളുടെ കാര്യത്തിൽ പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ പെയിൻ ഗുളികകൾ അണ്ടർ ഡോസേജ് ആണെന്നും അത് കാരണം ഇത് കൂടുതൽ കഴിക്കാനും അത് കാരണമുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യത സ്ത്രീകൾ വളരെ കൂടുതലാണ്. നമ്മൾ മെയിൽ ഫീമെയിൽ ഡോസേജ് വ്യത്യാസം മരുന്നിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? വാസ്തവത്തിൽ അത് ആവശ്യമുള്ള ഒന്നാണ്. മാത്രമല്ല, ഇനിയിപ്പോൾ ഗവേഷണശാലകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ, നമ്മുടെ മറ്റു ഉപകരണങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ ഡിസൈനിൽ ഈ സ്ത്രീവിരുദ്ധത പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കത് പലപ്പോഴും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഇപ്പോൾ ഒരു കാറ്, ഇപ്പോഴത്തെ കാറുകളൊക്കെ കുറേയും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. ഞാൻ കാർ ഓടിക്കുന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡ് എന്നെ കളിയാക്കാറുള്ളത് നിനക്ക് ഉയരമില്ലല്ലോ അതുകൊണ്ടാണെന്നാണ്. ഞാൻ 2 കുഷനിട്ടിട്ടാണ് ഓടിക്കുക, കാരണം എനിക്ക് ഫ്രണ്ടിലേക്ക് കാണില്ലായിരുന്നു പഴയ വണ്ടിയിൽ. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ ഉയരമില്ലാത്തതുകൊണ്ടാണല്ലോ. ശരി, വാസ്തവത്തിൽ ഞങ്ങൾ തമ്മിലുള്ള ഉയര വ്യത്യാസം എന്ന് പറയുന്നത് 8 ഏറി കഴിഞ്ഞാൽ 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. പക്ഷേ
ഡിസൈനിൻ്റെ ഈ പ്രശ്നം എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രശ്നം എന്നുള്ളത് കുറച്ച് വായിച്ചു കഴിയുമ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുറേ കാലം വരെ ഞാൻ വിചാരിച്ചത് എൻ്റെ ഉയരക്കുറവാണല്ലോ പ്രശ്നം എന്നാണ്. എൻ്റെ ഉയരക്കുറവിനെ പരിഗണിക്കാത്ത ഡിസൈനാണ് പ്രശ്നമെന്നും എനിക്ക് അപകടമുണ്ടാകുമ്പോൾ കൂടുതൽ പറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കുന്നത്. കാരണം ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സും ക്രാഷ് ടെസ്റ്റുകളും മുഴുവൻ നടത്തിക്കൊണ്ടിരുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടല്ല, പുരുഷൻ്റെ സൈസുള്ള ഡമ്മി വെച്ചുകൊണ്ട് ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്ത്രീയുടെ അളവുകൾ ഇതിലേക്ക് വരില്ല, അത് ക്രാഷ് ടെസ്റ്റിലും വരില്ല, കാർ ഓടിക്കുന്ന കാര്യത്തിലായാലും വരില്ല. അപ്പോൾ ഈ ഇൻക്ലൂസിവിറ്റി, അതേപോലെ തന്നെ ലാബിലെ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത്, റിസർച്ച് ലാബിൽ പല ഉപകരണങ്ങളും ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് എത്താത്ത പ്രശ്നം, തുറക്കാൻ പറ്റാത്ത പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അത് എൻ്റെ പ്രശ്നമല്ല, ഞാനെന്ന് പറയുന്ന സ്ത്രീയെ ഉൾക്കൊണ്ടുകൊണ്ടല്ല അതിൻ്റെ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നത് എന്നും അത് മിക്കവാറും ഒരു വെസ്റ്റേൺ യൂറോപ്യൻ മെയിലിൻ്റെ ശാരീരിക അളവുകൾക്കനുസരിച്ചാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതുമാണ് അവിടുത്തെ പ്രശ്നം. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത്ര നിസ്സാരമല്ല ഈ ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ സ്ത്രീയുടെ പ്രതിനിധാനത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. നമ്മുടെ രോഗം മൂലം നമ്മുടെ ജീവന് പോകാനുള്ള സാധ്യത, മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത അടക്കമുള്ള തീവ്രമാണ് ഈ വിഷയം എന്നുള്ളത് പല തലത്തിൽ കിടക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഭാഷയുടെ തലത്തിലായാലും ഡിസൈനിൻ്റെ തലത്തിലായാലും ഉപയോഗത്തിൻ്റെ തലത്തിലായാലും ഒക്കെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ് ഇത് എന്നുള്ളതാണ് വസ്തുത. അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട് ഇതെങ്ങനെയാണ് മൂല്യങ്ങളെയും മനോഭാവങ്ങളെയും നിർമ്മിക്കുന്നത് എന്നുള്ളതിലേക്കും കൂടി പോകേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും ആധുനികമായ ഗാഡ്ജറ്റ് ഉപയോഗിക്കുന്ന സ്ത്രീ ഏറ്റവും ആധുനികമായ സ്ത്രീയാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ അല്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം നമ്മൾ ശബരിമല കലാപകാലത്ത് വ്യക്തമായി കണ്ടിട്ടുള്ളതാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന സ്ത്രീകൾ ഏറ്റവും നെഗറ്റീവായി ആർത്തവം ഒരു പ്രശ്നമാണ്, ആർത്തവം വൃത്തികേടാണ് എന്ന് പറയുന്നത് കണ്ടിട്ടുള്ളതിൻ്റെ അനുഭവം ഇപ്പോൾ കേരളത്തിന് മുന്നിലുണ്ട്. അപ്പോൾ ഇത് മനോഭാവങ്ങളെ പരിഷ്കരിക്കുന്നതിൽ, ജെൻഡർ ഇൻക്ലൂസിവിറ്റിയെ കൊണ്ടുവരുന്നതിൽ, രാഷ്ട്രീയമായ തുല്യതയെ കൊണ്ടുവരുന്നതിൽ എത്രത്തോളം സാങ്കേതികവിദ്യ സഹായിക്കുന്നുണ്ട് എന്നുള്ളതൊരു പ്രശ്നം തന്നെയാണ്. അവിടെ ഉണ്ടാവേണ്ടത് രാഷ്ട്രീയമായ അവബോധമാണ്. രാഷ്ട്രീയമായി മനുഷ്യർക്ക് അവബോധം ഉണ്ടാകാതെ ഇത് മനുഷ്യരുടെ തുല്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കാതെ സ്ത്രീ ആയാലും പുരുഷൻ ായാലും ഈ മേഖലയെ മെച്ചപ്പെടുത്താനോ ഇതിൻ്റെ ജെൻഡർ ഡിവൈഡിനെ ഇല്ലാതാക്കാനോ കഴിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഏറ്റവും ആധുനികമായ ഗാഡ്ജറ്റുകളോ അല്ലെങ്കിൽ ഏറ്റവും ആധുനികമായ സംവിധാനങ്ങളോ ഉപയോഗിക്കാൻ കഴിയുന്നതിനൊപ്പം തന്നെ ഇതിനെ സംബന്ധിച്ച രാഷ്ട്രീയമായ അവബോധം ഉണ്ടാവുക എന്നുള്ളതും അതിന് അനുകൂലമായ ഒരു രാഷ്ട്രീയമായ സംവിധാനമായിരിക്കണം ഭരണത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതും പ്രധാനമാണ്. അല്ലാത്തടത്ത് ഇത് എന്തുണ്ടായിട്ടും കാര്യമില്ല. ടെക്നോളജി എന്ന് പറയുന്നത് വാസ്തവത്തിൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇറ്റ്സ് നോട്ട് വാല്യൂ ഫ്രീ. സയൻസ് ഈസ് നോട്ട് വാല്യൂ ഫ്രീ, ടെക്നോളജി ഈസ് നോട്ട് വാല്യൂ ഫ്രീ. എപ്പോഴും പറയുന്ന കാര്യമാണ് സയൻസ് ഈസ് ഒബ്ജക്റ്റീവ്. സയൻസ് ഒബ്ജക്റ്റീവ് അല്ല, കാരണം സയൻസ് പ്രവർത്തിക്കുന്നത് സമൂഹത്തിന്റെ അകത്താണ്. സമൂഹമാണ് ഇതിനെ നിർമ്മിക്കുന്നത്, സമൂഹമാണ് ഇതിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സമൂഹത്തിന്റെ എല്ലാ കുഴപ്പങ്ങളും, എല്ലാ തരത്തിലുള്ള വർഗീയവും ജാതീയവുമായ വേർതിരിവുകളും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി അഭിമുഖീകരിക്കുക എന്നുള്ളത് നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ഇതാണ് നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഭാവിയിലെ ഏറ്റവും വലിയ പ്രശ്നം. അതിനെ തിരിച്ചറിഞ്ഞ് ഈ മേഖലയിലേക്ക് രാഷ്ട്രീയമായ കടന്നുവരവ് ഉണ്ടാകേണ്ട പ്രത്യേകിച്ചും, കാരണം നമ്മൾ വലിയ തൊഴിൽ നഷ്ടങ്ങളെ അഭിമുഖീകരിക്കാനുള്ള കാലമാണ് വരാൻ പോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായിരിക്കും. കാരണം ക്ലറിക്കൽ ജോലികൾ, ആവർത്തന സ്വഭാവമുള്ള ജോലികളായിരിക്കും ഏറ്റവും കൂടുതൽ നഷ്ടമാവുക. ടീച്ചിങ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൽ കൂടുതലായും പ്രവർത്തിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. ഓട്ടോമേഷൻസ് വരുന്നതോടുകൂടി, ഏജന്റിക് AI ഒക്കെ വ്യാപകമാകുന്നതോടുകൂടി ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് സ്ത്രീകളെ തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് AI സംബന്ധിച്ച് ഒരു നയവും ഇതിനെങ്ങനെയാണ് ഇടപെടേണ്ടത് എന്നുമുള്ള ഒരു ഇടപെടൽ സംഘടനാ തലത്തിൽ ഉണ്ടാകേണ്ട ഒരു കാലം കൂടിയാണിത്. അതിന് അനുയോജ്യമായ തലത്തിൽ ഈ സമൂഹത്തെ നിലനിർത്തുക, ഈ ചർച്ച തുടർന്ന് കൊണ്ടുപോവുക എന്നുള്ളത് വളരെ പ്രധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ സെഷനിൽ പങ്കെടുക്കാൻ പറ്റിയത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കരുതുന്നു. വളരെ സന്തോഷമുണ്ട് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റിയത്. വിഷയം ഇതായതുകൊണ്ട് കൂടിയാണ് തിരുവനന്തപുരം വരെ വന്നിട്ട് ഞാൻ ഇതിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ചില ആസ്പെക്ട്സ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ആകുന്നത് കുറച്ചുകൂടി ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന സ്ത്രീകൾ വാസ്തവത്തിൽ സംസാരിക്കേണ്ടതുണ്ട് എന്നാണ്. ഞാൻ സയൻസിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരാളാണ്. ടെക്നോളജി അത്രത്തോളം അതിൻ്റെ ദൈനംദിന ഉപയോഗവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളല്ല. അപ്പോൾ കൂടുതൽ ഇത്തരത്തിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്യേണ്ടതുണ്ട്. അതിനൊരു മുൻകൈ എടുത്തത് അത് തുടക്കമിട്ടു എന്നുള്ളതിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഇവിടെ വരാനും പങ്കെടുക്കാനും സഖാവ് CS സുജാതയ്ക്കും അതേപോലെ തന്നെ മിൻ ടീച്ചർക്കൊക്കെ ഒപ്പം വേദി പങ്കിടാനും ഒക്കെ പറ്റിയതിൽ സന്തോഷമുണ്ട്. എല്ലാവർക്കും നന്ദി, അഭിവാദ്യങ്ങൾ. സമയം ഏതാണ്ട് അതിക്രമിച്ചു. അടുത്ത സെഷനിലെ പ്രമുഖരായ വ്യക്തിത്വങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. എന്തായാലും രഞ്ജിത്ത്, ചർച്ചയുണ്ടോ? ഓ,
അപ്പോൾ ഞാൻ വിചാരിച്ചത് നിർത്താനായിരിക്കും പറഞ്ഞത്, അതാണ്. അപ്പോൾ ചർച്ചയുണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ താല്പര്യമുള്ളവർക്ക് മുന്നോട്ട് വരാം.